എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കേട്ടറ്റ് പരീക്ഷ അത് കാറ്റഗറി 1 ആകട്ടെ, 2 ആകട്ടെ, 3 ആകട്ടെ, പലപ്പോഴായി ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഇതിൽ നിങ്ങൾക്കറിയാവുന്ന ചോദ്യങ്ങൾ ഉണ്ടാകാം, അനുബന്ധങ്ങളിൽ വിശദീകരണങ്ങളിൽ ഒരുപക്ഷെ അറിയാത്തതായ കാര്യങ്ങളും പരീക്ഷയ്ക്ക് പലയാവർത്തി ചോദിച്ചിട്ടുള്ളതുമായ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് നമ്മുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെന്ന നിലയ്ക്ക് 100% നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു സെഷനുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. 12 ചോദ്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം ചോദ്യവും അതിൻ്റെ ഉത്തരവും പറഞ്ഞു പോകും. അതിനുശേഷമായിരിക്കും ഈ 12 ചോദ്യങ്ങളുടെയും വിശദീകരണത്തിലേക്ക് നമ്മൾ കടക്കുക. 12 ചോദ്യങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ഒരവസരമുണ്ട്. അതായത് ഞാൻ ചോദ്യം വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ചോദ്യം പൂർണ്ണമായി കഴിഞ്ഞാൽ വീഡിയോ പോസ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ കരുതിയിരിക്കുന്ന കടലാസിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടതിന് ശേഷം എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി രേഖപ്പെടുത്തണം. അതിനുശേഷം മാത്രമായിരിക്കണം ഞാൻ പറയുന്ന ഉത്തരങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടത്. ഇതൊരു പരീക്ഷയാണ് എന്ന ഗൗരവത്തോടു കൂടി തന്നെ ഈ സെഷനെ പരിഗണിക്കുക. പരീക്ഷയ്ക്ക് അത് ഏറെ പ്രയോജനം ചെയ്യും. മാത്രവുമല്ല, മലയാള പഠനത്തിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് സ്വയം തിരിച്ചറിയാനും ഈ ഒരു സെഷൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് നേരെ എന്തിലേക്ക് കടക്കാം? പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്നത്തെ സെഷനിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദൈനംദിന ആസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകർ രേഖപ്പെടുത്തുന്നത് എന്താണ്? ഓപ്ഷൻ എ പഠന പ്രവർത്തനങ്ങൾ, ഓപ്ഷൻ ബി ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകന്റെ തിരിച്ചറിവുകൾ, ഓപ്ഷൻ സി മൂല്യനിർണയ സൂചനകൾ, ഓപ്ഷൻ ഡി കുട്ടികളുടെ പ്രതികരണങ്ങൾ. ഇതിൽ എന്താണ് പ്രതിഫലനാത്മക കുറിപ്പിൽ രേഖപ്പെടുത്തുന്നത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ആലോചിക്കാൻ കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ ഇവിടെ പോസ് ചെയ്യുക. ഉത്തരം രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രം തുടർന്ന് കാണുക. ശരിയായ ഉത്തരം ഞാൻ പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകന്റെ തിരിച്ചറിവുകളാണ് പ്രതിഫലനാത്മക കുറിപ്പിൽ രേഖപ്പെടുത്തുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഓപ്ഷൻ എ പ്രവർത്തനാധിഷ്ഠിതം, ഓപ്ഷൻ ബി പഠനം ഉറപ്പാക്കുന്നത്, ഓപ്ഷൻ സി പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പ്രാപ്തമായത്, ഓപ്ഷൻ ഡി അധ്യാപക കേന്ദ്രീകൃതം. ഇതിലേതോ ഒന്ന് പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തതാണ്. അതേത് എന്നാണ് ചോദ്യം. എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി എഴുതിയതിന് ശേഷം തുടർന്ന് കാണുക. ഞാൻ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അധ്യാപക കേന്ദ്രീകൃതം എന്നുള്ളത് ആധുനിക പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ പെടുന്നതല്ല. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവഭാഷാ വ്യാകരണമുണ്ട് എന്ന ആശയം മുന്നോട്ട് വച്ചത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ ഇ ബേറ്റ്സ്, ഓപ്ഷൻ ബി ജീൻ പിയാഷെ, ഓപ്ഷൻ സി ജെറോം എസ് ബ്രൂണർ, ഓപ്ഷൻ ഡി നോം ചോംസ്കി. ഇവരിൽ ആരാണ് സർവഭാഷാ വ്യാകരണ സിദ്ധാന്തം മുന്നോട്ട് വച്ചത് എന്നതാണ് ചോദ്യം. ഒരുപാട് തവണ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രം തുടർന്ന് കാണുക. ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നോം ചോംസ്കി ആണ് ശരിയായ ഉത്തരം. നാലാമത്തെ ചോദ്യം ഇതാണ്: ശിഷ്യർ എന്ന പദത്തിന്റെ വ്യാകരണപരമായ സവിശേഷത എന്താണ്? വാക്കെന്താണ്? ശിഷ്യർ. ഓപ്ഷൻ എ സലിംഗ ബഹുവചന പദം, ഓപ്ഷൻ ബി പൂജക ബഹുവചന പദം, ഓപ്ഷൻ സി അലിംഗ ബഹുവചന പദം, ഓപ്ഷൻ ഡി പുരുഷ പ്രത്യയം ചേർന്ന പദം. ഇതിലേതാ ശരിയായ ഉത്തരം? ശിഷ്യർ എന്ന വാക്ക് നല്ലതുപോലെ ആലോചിച്ച് നോക്കുക. ആ വാക്കിൽ പ്രകൃതി ഏതാണ്, പ്രത്യയം ഏതാണ് എന്നൊക്കെ നല്ലതുപോലെ ആലോചിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ആലോചിക്കാൻ കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക. ശരിയായ ഉത്തരം ഇതാണ്. ഓപ്ഷൻ സി ആണ്. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് ശിഷ്യർ എന്നുള്ളത്. മനസ്സിലായില്ലെങ്കിൽ വിശദീകരണത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അടുത്ത ചോദ്യം എന്താണ്?
അവൾ എന്ന പദത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? വാക്കേതാണ്? അവൾ. ഓപ്ഷൻ എ ക്രിയാധാതുവും വചനപ്രത്യയവും, ഓപ്ഷൻ ബി നാമവും ലിംഗപ്രത്യയവും, ഓപ്ഷൻ സി ചുട്ടെഴുത്തും ലിംഗപ്രത്യയവും, ഓപ്ഷൻ ഡി സർവനാമവും ലിംഗപ്രത്യയവും. ഇതിൽ എന്തൊക്കെ ചേർന്നിട്ടാണ് അവൾ എന്ന പദം ഉണ്ടായത്? നല്ലതുപോലെ ആലോചിക്കണേ. ആലോചിച്ചാൽ മാത്രമേ ശരിയായ ഉത്തരം കിട്ടൂ. ആലോചിച്ചാൽ ശരിയായ ഉത്തരം കിട്ടുകയും ചെയ്യും. നമുക്കറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഇതിൽ. ഓക്കെ, ഞാൻ ഉത്തരം പറയട്ടെ. ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ചുട്ടെഴുത്തും ലിംഗപ്രത്യയവും ചേർന്ന ശബ്ദമാണ് അവൾ എന്നുള്ളത്. വഴിയെ വിശദീകരിക്കാം. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: ഇതിഹാസ കഥാപാത്രത്തെ മുൻനിർത്തി MT വാസുദേവൻ നായർ രചിച്ച നോവൽ ഏതാണ്? ഓപ്ഷൻ എ രണ്ടാമൂഴം, ഓപ്ഷൻ ബി അസുരവിത്ത്, ഓപ്ഷൻ സി മഞ്ഞ്, ഓപ്ഷൻ ഡി കാലം. ഇതിൽ ഏതോ ഒരു നോവലിന്റെ പ്രത്യേകത അതൊരു ഇതിഹാസ കഥാപാത്രമാണ് അതിൽ കേന്ദ്ര കഥാപാത്രമാകുന്നത് എന്നുള്ളതാണ്. ആ നോവൽ ഏതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. രണ്ടാമൂഴമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക്, ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: കവിയുടെ കാൽപ്പാടുകൾ എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ജീവചരിത്രം, ഓപ്ഷൻ ബി നിരൂപണം, ഓപ്ഷൻ സി ആത്മകഥ, ഓപ്ഷൻ ഡി കവിതാ സമാഹാരം. ഇതിൽ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്ന കൃതിയാണ് കവിയുടെ കാൽപ്പാടുകൾ? കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഒത്തിരി തവണ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ഈ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഉത്തരം ഞാൻ പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ആത്മകഥ എന്ന വിഭാഗത്തിൽ പെടുത്താവുന്ന കൃതിയാണ് കവിയുടെ കാൽപ്പാടുകൾ. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: വിജ്ഞാന കൈരളി എന്ന ആനുകാലികത്തിന്റെ പ്രസാധകർ ആരാണ്? അല്ലെങ്കിൽ ആരുടെ മുഖപത്രമാണ് വിജ്ഞാന കൈരളി എന്നുള്ളതാണ് ചോദ്യം. ഏതോ ഒരു സ്ഥാപനം, ഈ തന്നിട്ടുള്ളതിൽ ഏതോ ഒരു സ്ഥാപനം പുറത്തിറക്കുന്ന മാസികയാണ്, ആനുകാലികമാണ്. ഏത്? വിജ്ഞാന കൈരളി. ഏതാണ് ആ സ്ഥാപനം? അതാണ് ചോദ്യം. ഓപ്ഷൻ എ കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിൽ, ഓപ്ഷൻ ബി കേരള സാഹിത്യ അക്കാദമി, ഓപ്ഷൻ സി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്ഷൻ ഡി സാംസ്കാരിക വകുപ്പ്. ഇതിൽ ഏതിൻ്റെ മുഖപത്രമാണ് വിജ്ഞാന കൈരളി? കിട്ടിയോ ഉത്തരം? ഒരുപാട് തവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഖപത്രമാണ് ഏത്? വിജ്ഞാന കൈരളി. വിജ്ഞാന കൈരളിയുടെ പ്രസാധകരാരാണ്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എട്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പശ്ചിമേഷ്യ എന്നുള്ളത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? പശ്ചിമേഷ്യ എന്ന വാക്ക് പിരിച്ചെഴുതി നോക്കുക. ചേർത്തെഴുതുമ്പോൾ എന്തു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അതിനുശേഷം അത് ആദേശസന്ധിയാണോ, ലോപസന്ധിയാണോ, ആഗമസന്ധിയാണോ, ദ്വിത്വസന്ധിയാണോ എന്ന് തിരിച്ചറിയുക. ഞാൻ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ലോപസന്ധിക്ക് ഉദാഹരണമാണ്. എങ്ങനെയാണിത് ലോപസന്ധി ആയത്? വഴിയേ പറയാം കേട്ടോ. പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: കൂട്ടത്തിൽ പെടാത്തത് ഏത്? 4 വൃത്തങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാ? കാകളി, മഞ്ചരി, വസന്തതിലകം, കേക എന്നിങ്ങനെ 4 വൃത്തങ്ങളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്ന് മാത്രം കൂട്ടത്തിൽ പെടാത്തതാണ്. ഏതാണത് എന്നതാണ് ചോദ്യം. കിട്ടിയോ? ഉത്തരം ഞാൻ പറയട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. വസന്തതിലകമാണ്. എന്താണ് അതിൻ്റെ കാരണമെന്ന് വഴിയേ പറയാം. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: മലയാള അക്ഷരമാലയിൽ ഷ എന്ന അക്ഷരമുണ്ടല്ലോ, അത് ഏത് വിഭാഗത്തിൽ പെടുന്ന അക്ഷരമാണ്? ഓപ്ഷൻ എ ഊഷ്മാവ്, ഓപ്ഷൻ ബി ഘോഷി, ഓപ്ഷൻ സി മധ്യമം, ഓപ്ഷൻ ഡി അനുനാസികം. ഷ എന്ന അക്ഷരത്തെ ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുത്താം എന്നുള്ളതാണ് ചോദ്യം. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഞാൻ പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഊഷ്മാവാണ് ശരിയായ ഉത്തരം. ഇന്നത്തെ സെഷനിലെ 12ാമത്തെയും അവസാനത്തേതുമായ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചോദ്യം ഇതാണ്:
ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണമായ പദം ഏതാണ്? ഓപ്ഷൻ എ താമരക്കണ്ണൻ, ഓപ്ഷൻ ബി പീതാംബരം, ഓപ്ഷൻ സി കേരളദേശം, ഓപ്ഷൻ ഡി പാദപങ്കജം. ഇതിലേതോ ഒരു പദം മാത്രം ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണമാണ്. അന്യപദാർത്ഥ പ്രധാനമാണ് ബഹുവ്രീഹി സമാസം. അത് ഇതിലേതാണ് എന്നതാണ് ഇന്നത്തെ സെഷനിലെ അവസാനത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഉത്തരം പറയട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. താമരക്കണ്ണൻ ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണം. എന്താണ് അതിന്റെ കാരണം? വഴിയേ പറയാം കേട്ടോ. അപ്പൊ 12 ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. 12ൽ നമുക്ക് എത്ര എണ്ണം ശരിയാക്കാൻ സാധിച്ചു എന്ന് പരിശോധിക്കാം. ഇതാണ് ഉത്തര സൂചിക. 1 ബി, 2 ഡി, 3 ഡി, 4 സി, 5 സി, 6 എ, 7 സി, 8 സി, 9 ബി, 10 സി, 11 എ, 12 എ. ഇങ്ങനെയാണ് ഉത്തര സൂചിക പോയിരിക്കുന്നത്. അപ്പോൾ 12ൽ എത്ര മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിച്ചു എന്ന കാര്യം കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയാണ് നമ്മൾ ഈ സെഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനിലേക്ക് കടക്കുന്നത്. ഈ പറയുന്ന ചോദ്യങ്ങളുടെ വിശദാംശങ്ങളും വിശദീകരണങ്ങളും. എന്തുകൊണ്ട് ബാക്കിയുള്ള 3 ഓപ്ഷനുകൾ ഉത്തരമായില്ല, അല്ലെങ്കിൽ എന്താണ് ബാക്കിയുള്ള 3 ഓപ്ഷനുകളുടെ വിശദീകരണം? നമുക്കതിലേക്ക് കടക്കാം. മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ 10ഓ അതിനു മുകളിലോ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മലയാള പഠനം തികച്ചും മികച്ച രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ല 10ൽ താഴെ മാത്രമാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എങ്കിൽ അല്പസമയം കൂടി നിങ്ങൾ മലയാളത്തിനായി മാറ്റിവെക്കണം എന്നാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പം കൂടി ഗൗരവം മലയാള പഠനത്തിന് നൽകണം. നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല മാർക്ക് പരീക്ഷയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതിന് സഹായിക്കുന്നതായിരിക്കും ഇനി പറയാൻ പോകുന്ന വിശദാംശങ്ങളും വിശദീകരണങ്ങളും. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതും അറിയാത്തതുമായ പല കാര്യങ്ങളും ഇനി പറയാൻ പോകുന്നതിലുണ്ടാകാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തണം. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് അതിലൂടെ നിങ്ങൾ കടന്നു പോകണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരുപാട് പോയിന്റുകൾ ഇനി ഞാൻ പറയാൻ പോകുകയാണ്. ഓക്കെ, അപ്പൊ കാര്യത്തിലേക്ക് കടക്കാമല്ലോ. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ദൈനംദിന ആസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകർ രേഖപ്പെടുത്തുന്നത് എന്താണ്? ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകന്റെ തിരിച്ചറിവുകളാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദാ നോക്കൂ, ഇംഗ്ലീഷിൽ എന്തു പറയുന്നു? റിഫ്ലക്റ്റീവ് നോട്ട് ഇൻ ടീച്ചിങ് എന്നാണ് പ്രതിഫലനാത്മക കുറിപ്പിന് പറയുന്നത്. അധ്യാപകൻ ഒരു പാഠം പഠിപ്പിച്ചതിന് ശേഷം ആ പഠന പ്രക്രിയയെ സ്വയം വിലയിരുത്തി രേഖപ്പെടുത്തുന്നതാണ് പ്രതിഫലനാത്മക കുറിപ്പ്. ക്ലാസ്സിൽ വന്ന ഒരു അധ്യാപകൻ ക്ലാസ് എടുത്തു കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. അല്ലെ, അതിനുശേഷം അദ്ദേഹം ഒരു പരീക്ഷയൊക്കെ ഇടും, അല്ലെങ്കിൽ കുട്ടികളോട് ചോദ്യം ചോദിക്കും. അവരതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് അധ്യാപകന് സ്വന്തം അധ്യയനത്തെ തിരിച്ചറിയാനുള്ള, വിലയിരുത്താനുള്ള സമയമാണ്. അപ്പോൾ അതൊക്കെ അല്ലെ, അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു, കുട്ടികളുടെ പ്രതികരണത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ള കാര്യങ്ങളാണ് പ്രതിഫലനാത്മക കുറിപ്പിൽ രേഖപ്പെടുത്തുന്നത്. പഠനത്തിന്റെ വിജയവും പരാജയവും വിദ്യാർത്ഥികളുടെ പ്രതികരണവും ഉപയോഗിച്ച പഠന രീതികളുടെ ഫലപ്രാപ്തിയും ഇതിലൂടെ വിശകലനം ചെയ്യുന്നു. ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചായിരിക്കുമല്ലോ അധ്യാപകൻ ഒരു പാഠഭാഗം ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അത് എത്രത്തോളം ഫലവത്തായി എന്ന കാര്യം അധ്യാപകൻ സ്വയം വിലയിരുത്തുന്ന കുറിപ്പിനെയാണ് എന്തു പറയുന്നത്? പ്രതിഫലനാത്മക കുറിപ്പ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ് കൂടുതൽ മെച്ചപ്പെടുത്താൻ അദ്ദേഹത്തെ ഇത് സഹായിക്കുന്നു. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഒരു പ്രതിഫലനാത്മക കുറിപ്പിൽ അടങ്ങിയിരിക്കുന്നത്? പാഠഭാഗം എത്രത്തോളം ലക്ഷ്യത്തിലെത്തി, ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ കുട്ടിക്ക് ലഭിക്കേണ്ടത് അത് എത്രത്തോളം കുട്ടികളിലേക്ക് എത്തി എന്ന് അധ്യാപകന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒന്നാണേത്? പ്രതിഫലനാത്മക കുറിപ്പ്. 2, വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം. ഓരോ ചോദ്യം ചോദിക്കുകയും അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പർ നടത്തുകയും ചെയ്യുമ്പോൾ അതിനോട് കുട്ടി എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത്, അവൻ എത്രത്തോളം ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആണ് എന്ന് മനസ്സിലാക്കാൻ അധ്യാപകനെ സഹായിക്കും.
3 ഉപയോഗിച്ച പഠന സാമഗ്രികളുടെ പ്രയോജനം. അല്ലേ, ഒരു ആശയം കൺവേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു വർക്കിംഗ് മോഡലോ, ചിലപ്പോൾ ഒരു സ്റ്റിൽ മോഡലോ, ചിലപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പോ ഓഡിയോ ക്ലിപ്പോ ഒക്കെ അധ്യാപകൻ ക്ലാസ്സിൽ അവതരിപ്പിക്കും. അത് വേണ്ട രീതിയിൽ കുട്ടികളിലേക്ക് എത്തിയോ എന്ന് അധ്യാപകൻ രേഖപ്പെടുത്തുന്നത് എവിടെയാണ്? പ്രതിഫലനാത്മക കുറിപ്പിലാണ്. മറ്റൊന്ന്, നേരിട്ട ബുദ്ധിമുട്ടുകൾ. അല്ലെ, എല്ലാ ക്ലാസ്സുകളും എല്ലാ അധ്യായങ്ങളും ഒരുപോലെ ഫലവത്തായിട്ട് എടുക്കാൻ ഒരു അധ്യാപകന് സാധിച്ചു എന്ന് വരില്ല. അധ്യാപകൻ നേരിടുന്ന പല വെല്ലുവിളികളുമുണ്ട്. ആ വെല്ലുവിളികൾ അധ്യാപകൻ തിരിച്ചറിഞ്ഞ് അത് രേഖപ്പെടുത്തി വെക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ഇനി ആ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ആ വെല്ലുവിളിയെ അതിജീവിക്കുന്നതിന് വേണ്ടി ഈ റിഫ്ലക്റ്റീവ് നോട്ട് അദ്ദേഹത്തെ സഹായിക്കും. മറ്റൊന്ന്, ഇതാ ഞാൻ പറഞ്ഞത്, അടുത്ത ക്ലാസ്സിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. നേരിട്ട വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് ഇനി അതിനെ അതിജീവിക്കാൻ എളുപ്പമാണ്. അല്ലേ, ഇനി ഈ വെല്ലുവിളികളെ എങ്ങനെ നേരിടാം എന്ന് അധ്യാപകൻ ആരായുകയും അങ്ങനെ അടുത്ത ക്ലാസ് കൂടുതൽ മെച്ചപ്പെടുത്താൻ അധ്യാപകന് സഹായകമാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ഘടകങ്ങൾ എന്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നു? റിഫ്ലക്റ്റീവ് നോട്ടിൽ ഉള്ളടങ്ങിയിരിക്കുന്നു. പിന്നെ എന്താണ് റിഫ്ലക്റ്റീവ് നോട്ടിൻ്റെ പ്രാധാന്യം? അധ്യാപന നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു, അധ്യാപകന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, വിദ്യാർത്ഥി കേന്ദ്രിത പഠന രീതികൾ വികസിപ്പിക്കുന്നു. ഫലവത്തായ രീതിയിൽ ഒരു അധ്യായം ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും തിരിച്ചറിയാൻ അധ്യാപകന് കഴിയുകയും അങ്ങനെ അല്ലെ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ ക്ലാസ് പ്രസന്റ് ചെയ്യാൻ അവതരിപ്പിക്കാൻ അധ്യാപകനെ സഹായിക്കുന്നതാണ് റിഫ്ലക്റ്റീവ് നോട്ടുകൾ. ഭാവിയിലെ ക്ലാസ്സുകൾ കൂടുതൽ ഫലപ്രദമാക്കുവാനും ഇവ സഹായകരമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം? റിഫ്ലക്റ്റീവ് നോട്ട് അഥവാ പ്രതിഫലനാത്മക കുറിപ്പിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഒരുപാട് നാളുകൾക്ക് മുമ്പ് നടന്നിരുന്ന കേട്ടറ്റ് പരീക്ഷയിൽ പ്രതിഫലനാത്മക കുറിപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നിട്ടില്ല. സമീപകാലത്ത് ഒരുപാട് പരീക്ഷകളിൽ ഇത് ചോദ്യങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ചോദ്യത്തിന്റെ പ്രാധാന്യം. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് എന്ത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെ പഠിപ്പിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്തു പഠിപ്പിക്കുന്നു എന്നുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുട്ടിയുടെ പ്രായവും താല്പര്യത്തിനും അനുസൃതമായിട്ടായിരിക്കണം കാലാകാലങ്ങളിൽ പാഠ്യപദ്ധതി കുട്ടികളിലേക്ക് മുന്നിൽ എത്തിക്കേണ്ടത്. അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ ഏറ്റവും സഹായിക്കുന്ന രീതിയിലായിരിക്കണം കരിക്കുലം സെറ്റ് ചെയ്യേണ്ടത്. അതിന് പല മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് പ്രവർത്തനാധിഷ്ഠിതം, പഠനം ഉറപ്പാക്കുന്നത്, പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പ്രാപ്തമായത്. 4-മത്തേത് അധ്യാപക കേന്ദ്രീകൃതം. ഒരു കാലം വരെ പാഠ്യപദ്ധതി അധ്യാപകർക്ക് പ്രാധാന്യം നൽകുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ചാണ് പാഠ്യപദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നത്, കുറേ കാര്യങ്ങൾ ഒഴിവാക്കുന്നത്, പുതിയ കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ആധുനിക പാഠ്യപദ്ധതി എന്നുള്ളത് അധ്യാപക കേന്ദ്രീകൃതമല്ല, അത് ശിശു കേന്ദ്രീകൃതമാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ഈ സവിശേഷതകളിൽ പെടാത്തതായത്. ഇനി നമുക്ക് എന്തിലേക്ക് കടക്കാം? പാഠ്യപദ്ധതിയിലേക്ക്. പാഠ്യപദ്ധതി സമീപനത്തിലേക്ക് നമുക്ക് കടക്കാം. വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി പാഠ്യപദ്ധതി രൂപപ്പെടുത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രീതിയെയാണ് പാഠ്യപദ്ധതി സമീപനം എന്ന് പറയുന്നത്. കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയാം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ, സമൂഹത്തിൻ്റെ ആവശ്യകതകൾ, പഠന ലക്ഷ്യങ്ങൾ എന്നിവ പരിഗണിച്ചാണ് വിവിധ സമീപനങ്ങൾ രൂപപ്പെടുത്തുന്നത്. ഇന്നത്തെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളാണ് നാളത്തെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത്. നാളത്തെ പൗരന്മാരാണ് ഇന്നത്തെ ക്ലാസ് മുറിയിൽ ഇരിക്കേണ്ടത്. അപ്പോൾ സിലബസ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് നല്ല മാർക്ക് നേടിക്കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല അധ്യാപകന്റെ ലക്ഷ്യം. ഒരു ഉത്തമ പൗരനായി ഓരോ ഉദ്യോഗാർത്ഥിയെയും വിദ്യാർത്ഥിയെയും വളർത്തിയെടുക്കുക എന്നൊരു ധാർമ്മിക ലക്ഷ്യം കൂടി ആർക്കുണ്ട്? അധ്യാപകർക്കുണ്ട്. അപ്പോൾ അതിന് സഹായിക്കുന്നതാണ് എന്ത്? കരിക്കുലം അപ്രോച്ച് അഥവാ പാഠ്യപദ്ധതി സമീപനം. പ്രധാനപ്പെട്ട പാഠ്യപദ്ധതി സമീപനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 1. വിഷയ കേന്ദ്രിത സമീപനം അഥവാ സബ്ജക്ട് സെന്റേഡ് അപ്രോച്ച്.
വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ഓരോ പാഠപുസ്തകവും അങ്ങനെയായിരിക്കും. മലയാളമാണ് പഠിക്കുന്നതെങ്കിൽ മലയാള സാഹിത്യത്തെ, മലയാള വ്യാകരണത്തെ പരിചയപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. സയൻസ് ആണെങ്കിൽ അങ്ങനെ, കണക്കാണെങ്കിൽ അങ്ങനെ, സോഷ്യൽ ആണെങ്കിൽ അങ്ങനെ. അറിവിൻ്റെ കൈമാറ്റമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അറിവിൻ്റെ കൈമാറ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തുന്നു എന്നല്ല. കുറേ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. പിന്നെ കുറേ കാര്യങ്ങൾ എവിടെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ള കാര്യവും അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. ആശ്രയിക്കാവുന്ന ഒരു ഗ്രന്ഥം എന്നതിനേക്കാൾ ഉപരി ഒരു ചൂണ്ടുപലകയായിട്ട് വേണം നമ്മൾ എന്തിനെ പരിഗണിക്കാൻ? സ്കൂൾ പാഠപുസ്തകത്തെ അല്ലെങ്കിൽ പാഠ്യപദ്ധതിയെ പരിഗണിക്കാൻ. 3, അധ്യാപക കേന്ദ്രിത രീതിയാണ് കൂടുതലായി നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്? വിഷയ കേന്ദ്രിത സമീപനത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അതിന് സമൂലമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ വിദ്യാർത്ഥി കേന്ദ്രിത സമീപനം, ആധുനിക ബോധനശാസ്ത്രം ഇതിനാണ് മുൻതൂക്കം നൽകുന്നത് കേട്ടോ. കാലഹരണപ്പെട്ടു പോയൊരു സമീപനമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ലേണർ സെന്റേർഡ് അപ്രോച്ച് അഥവാ വിദ്യാർത്ഥി കേന്ദ്രീകൃത സമീപനം വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും മുൻതൂക്കം നൽകുന്നു. അനുഭവാധിഷ്ഠിത പഠനത്തിനാണ് പ്രാധാന്യം. കുട്ടികൾ പാഠപുസ്തകം മനഃപ്പാഠമാക്കുകയല്ല ചെയ്യുന്നത്, അതിൻ്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് ചിന്തിക്കുകയും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അവയെ പരിചയപ്പെട്ട് പഠിക്കുകയും ചെയ്യുന്ന രീതിയാണ് ആധുനിക ബോധനശാസ്ത്രത്തിൽ കാണാനാവുക. 3, കുട്ടികളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നു. നേരത്തെ അധ്യാപകൻ ഒരു ഏകാധിപതിയെ പോലെ നിന്ന് ലെക്ചർ മെത്തേഡിലൂടെ ക്ലാസ് എടുക്കുന്നതായിരുന്നു ചരിത്രത്തിൽ കാണാനാവുക. ഇന്ന് അങ്ങനെയല്ല. അധ്യാപകൻ ചോദ്യം ചോദിക്കുകയും കുട്ടികൾ ഉത്തരം പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യുന്നു. ഉത്തരം പറയാതിരിക്കുന്ന അവസരത്തിൽ പല ക്ലൂകൾ കൊടുത്തുകൊണ്ട്, അല്ലെ, പല സൂചനകൾ കൊടുത്തുകൊണ്ട് കുട്ടിയെ കൊണ്ട് തന്നെ ഉത്തരം പറയിക്കാനുള്ള ശ്രമമാണ് അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ ഏതൊരു കുട്ടിയെയും ക്ലാസിൻ്റെ മുഖ്യധാരയിലേക്ക്, മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ ഉതകുന്ന രീതിയിലുള്ള സമീപനങ്ങളാണ് അധ്യാപകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും പാഠ്യപദ്ധതിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇന്ന് ഉണ്ടാകുന്നത്. പിന്നെയോ പ്രവർത്തന കേന്ദ്രിത സമീപനം, അല്ലെ, ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയാറുണ്ട്. ആക്ടിവിറ്റി സെന്റേർഡ് അപ്രോച്ചാണ്. ചെയ്തു പഠിക്കൽ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കുന്നു. അല്ലെ, ഇപ്പോൾ കൃഷിയെക്കുറിച്ച് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അധ്യാപകൻ കുട്ടികളെയും കൊണ്ട് നേരെ എങ്ങോട്ടേക്ക് പോവുകയാണ്? പാടശേഖരങ്ങളിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് ഒരു നെൽച്ചെടി നടുന്നത്, എങ്ങനെയാണ് ഞാറ് നടുന്നത്, എങ്ങനെയാണ് വിതയ്ക്കുന്നത്, എങ്ങനെയാണ് കൊയ്യുന്നത്, എങ്ങനെയാണ് ഉഴുന്നത്, അല്ലെ, മുതലായ കാര്യങ്ങൾ, എങ്ങനെയാണ് പാറ്റുന്നത്, എല്ലാ കാര്യങ്ങളും കുട്ടികൾ കണ്ടുപഠിക്കുകയാണ്. ചിലപ്പോഴൊക്കെ അവർ ആ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന മെത്തേഡാണ് ഇന്ന് പാഠ്യപദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാകും, പ്രോജക്റ്റുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകും, പരീക്ഷണങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ചുമ്മാ വായിച്ചു പഠിക്കുക മാത്രമല്ല, അതിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിനെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്, പ്രായോഗിക തലത്തിൽ അതിനെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പിന്നെ സാമൂഹിക കേന്ദ്രിത സമീപനം, സൊസൈറ്റി സെന്റേർഡ് അപ്രോച്ച്, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കും മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. സമൂഹം ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? സമൂഹം എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നാളെ വലുതാവുമ്പോൾ ഞാൻ സമൂഹത്തിൽ ആരായിത്തീരണം, എന്തായിത്തീരണം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വ്യക്തമായ കാഴ്ചപ്പാട് കുട്ടിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായൊരു ധാരണ വേണം. അതിനെന്ത് ചെയ്യണം? സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുക തന്നെ വേണം. നല്ല പൗരനെ രൂപപ്പെടുത്തുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതും ആധുനിക പാഠ്യപദ്ധതി സമീപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ്. പിന്നെ കഴിവ് കേന്ദ്രിത സമീപനം അഥവാ കോമ്പീറ്റൻസി ബേസ്ഡ് അപ്രോച്ച്, വിദ്യാർത്ഥികൾ നേടേണ്ട പ്രത്യേക കഴിവുകൾക്ക് പ്രാധാന്യം നൽകുന്നു. പഠന ഫലങ്ങൾ അഥവാ ലേണിംഗ് ഔട്ട്കംസ് അടിസ്ഥാനമാക്കിയാണ് വിലയിരുത്തുന്നത്. അല്ലേ, ഒരു കാര്യം പഠിപ്പിക്കുന്നതിലൂടെ കുട്ടിക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്, എങ്ങനെയൊക്കെയാണ് അവൻ്റെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കുന്നത് ആ കഴിവ് കേന്ദ്രിത സമീപനമായതുകൊണ്ടാണ്. പാഠപുസ്തകത്തിൽ പഠിക്കുന്ന കാര്യങ്ങളെ അവൻ എങ്ങനെ പ്രയോഗിക്കുന്നു, ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടി ആധുനിക പാഠ്യപദ്ധതി സഹായിക്കുന്നുണ്ട്.
പിന്നെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പാഠ്യപദ്ധതി സമീപനത്തെക്കുറിച്ച് പറയാനുള്ളത് കേട്ടോ. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വിശദമായി പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഇത് പ്രസ്താവനാ ചോദ്യങ്ങളായിട്ടും സമീപകാലത്ത് നമ്മുടെ ചോദ്യ പേപ്പറിൽ ഇടം പിടിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സമസ്ത തലങ്ങളെക്കുറിച്ചും കൃത്യമായൊരു ധാരണയുണ്ടെങ്കിൽ മാത്രമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യന് പോലും നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഇത് വിശദീകരിച്ചത്. നിങ്ങൾ BEdലാണെങ്കിലും അല്ലെങ്കിൽ DEdലാണെങ്കിലും ഒക്കെ നിങ്ങളിത് കണ്ടിട്ടുണ്ടാകും. അത്രമേൽ പ്രധാനപ്പെട്ട ഒന്നാണ് പാഠ്യപദ്ധതി സമീപനം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം എന്തായിരുന്നു? സർവഭാഷാ വ്യാകരണത്തെക്കുറിച്ചായിരുന്നു അല്ലേ? അങ്ങനെ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? നോം ചോംസ്കിയാണ്. എന്താണ് സർവഭാഷാ വ്യാകരണം അഥവാ യൂണിവേഴ്സൽ ഗ്രാമർ? നമുക്ക് നോക്കാം. ഭാഷാശാസ്ത്രജ്ഞനായ നോം ചോംസ്കി അവതരിപ്പിച്ച ഒരു പ്രധാന സിദ്ധാന്തമാണ് സർവഭാഷാ വ്യാകരണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഭാഗത്ത് നിന്ന് ഒത്തിരി തവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ലോകത്തിലെ എല്ലാ ഭാഷകൾക്കും പൊതുവായി ചില അടിസ്ഥാന വ്യാകരണ ഘടനകൾ ഉണ്ട് എന്ന ആശയമാണ് ഇതിൻ്റെ അടിസ്ഥാനം. കർത്താവ്, കർമ്മം, ക്രിയ എന്ന് മലയാളത്തിൽ പറയുന്നു. ഇത് തന്നെയാണ് ഇംഗ്ലീഷിലെ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ്. അപ്പോൾ വ്യാകരണപരമായ അടിസ്ഥാനപരമായ പല കാര്യങ്ങളിലും സമാനതകൾ നമുക്ക് എവിടെ കാണാം? പല ഗോത്രങ്ങളിൽ പെടുന്ന ഭാഷകൾക്കിടയിൽ കാണാൻ സാധിക്കും. ഇതാണ് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന സിദ്ധാന്തത്തിലേക്ക് നോം ചോംസ്കിയെ കൊണ്ടെത്തിച്ചത് എന്ന് നമുക്ക് പറയാം. പിന്നെ മനുഷ്യൻ ജന്മന ഭാഷ അഭ്യസിക്കാനുള്ള ഒരു സ്വാഭാവിക കഴിവുമായി ജനിക്കുന്നു. കുട്ടികൾ വളരെ വേഗത്തിൽ ഭാഷ പഠിക്കുന്നതിന് കാരണം അവരുടെ മസ്തിഷ്കത്തിൽ മുൻകൂട്ടി നിലനിൽക്കുന്ന സാർവത്രിക വ്യാകരണശേഷിയാണ് എന്ന് ഈ സിദ്ധാന്തം പറയുന്നു അല്ലേ? ലാംഗ്വേജ് അക്വിസിഷൻ ടൂള് ഒക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ ഡിവൈസ് ഒക്കെ ആയിട്ടാണ് കുട്ടി ജനിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ മലയാളിയായ അച്ഛൻ്റെയും അമ്മയുടെയും കുഞ്ഞിനെ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ കൊണ്ട് ഇട്ടാൽ പോലും അവൻ എന്താണ്, ആ നാട്ടിലെ ഭാഷ ഏതാണോ ആ ഭാഷ അവന് സ്വായത്തമാക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആണല്ലോ. അപ്പോൾ ആരുടെ മകനായിട്ടോ മകളായിട്ടോ ജനിച്ചു എന്നുള്ളതിലല്ല, എവിടെയാണ് അവൻ ജീവിക്കുന്നത്, ആരുമായിട്ടുള്ള സംസർഗമാണ് അവനെ വളർത്തുന്നത്, അതിനെ ആശ്രയിച്ചിരിക്കും അവൻ ഏതു ഭാഷ പഠിക്കുന്നു എന്നുള്ളത്. അല്ലാതെ അച്ഛനും അമ്മയും മലയാളി ആയതുകൊണ്ട് മകൻ മലയാളം പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സമീപസ്ഥ അല്ലെങ്കിൽ അവൻ്റെ പരിസരത്ത് ഏതു ഭാഷയാണോ അധികമായി ഉപയോഗിക്കുന്നത് ആ ഭാഷയെ സ്വായത്തമാക്കാനുള്ള സവിശേഷ സ്വഭാവവുമായിട്ടാണ് ഓരോ കുഞ്ഞും ജനിക്കുന്നത് എന്ന് നോം ചോംസ്കി അഭിപ്രായപ്പെടുന്നു. ഇതിനെയാണ് അദ്ദേഹം എന്ത് വിളിച്ചത്? സാർവത്രിക വ്യാകരണശേഷി എന്ന് വിളിച്ചത്. പിന്നെ ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നോം ചോംസ്കി മുന്നോട്ട് വച്ച സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാ ഭാഷകൾക്കും പൊതുവായ ചില നിയമങ്ങളുണ്ട്. യൂണിവേഴ്സൽ ഗ്രാമറിനെ കുറിച്ചാണ് പറയുന്നത്. ഭാഷ പഠിക്കാനുള്ള കഴിവ് ജന്മസിദ്ധമാണ്. കുട്ടികൾ കുറച്ച് ഭാഷാ അനുഭവങ്ങൾ കൊണ്ട് തന്നെ ഭാഷ കൈവരിക്കുന്നു അല്ലേ? എല്ലാ പദങ്ങളും നാളത്തെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ സാധ്യതയുള്ള എല്ലാ വാക്കുകളും പഠിച്ചിട്ടാണോ കുട്ടി ഭാഷ പ്രയോഗിക്കുന്നത്? അല്ലെങ്കിൽ നമ്മളൊക്കെ അങ്ങനെയാണോ പഠിച്ചു വളർന്നത്? അല്ല, അറിയാവുന്ന ഭാഷകൾ, വാക്കുകൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ആശയത്തെ സംവേദനം ചെയ്യാൻ ശ്രമിക്കും അല്ലേ? അത് അപര്യാപ്തമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുതിയ വാക്കുകൾ തേടി പോകുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ചിന്തയിലേക്ക്, ബുദ്ധിയിലേക്ക് പുതിയ അറിവുകളെ, പുതിയ ഡാറ്റാസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു അല്ലെ, കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ ഏതൊരാശയത്തെയും അവതരിപ്പിക്കാൻ പര്യാപ്തമായ ഭാഷ നമ്മൾ സമാർജിക്കുകയും അതിലൂടെ ആശയവിനിമയം സാധ്യമാക്കുകയും ചെയ്യുന്നു. ഭാഷയുടെ ആന്തരിക ഘടനകളെ പഠന വിഷയമാക്കുന്നു അല്ലേ? എൻ്റെ തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരൻ ഉപായം ഈശ്വരൻ, ഭാഷ ഇന്ന് അപൂർണമിങ്ങഹോ എന്നൊക്കെ ആര് പറഞ്ഞിട്ടുണ്ട്? കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ പലതും നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ഉള്ളിലുള്ള ആശയത്തെ ഒരു 75% മറ്റുള്ളൊരാളിലേക്ക് സംക്രമണം ചെയ്യുന്നതിനു വേണ്ടി ഏതൊക്കെ വാക്കുകളെ ആവിഷ്കരിക്കേണ്ടതുണ്ടോ,
ഏതൊക്കെ ആശയങ്ങളെ ആവിഷ്കരിക്കേണ്ടതുണ്ടോ അതിനുതകുന്ന രീതിയിലുള്ള പദങ്ങൾ കണ്ടെത്തുകയും അത് പഠിക്കുകയും അതിലൂടെ സംവേദനം ചെയ്യുകയും ചെയ്യുന്നു. ഇതൊക്കെ എല്ലാ മനുഷ്യരിലും അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ജന്മന എന്ന വാക്ക് ആര് ഉപയോഗിച്ചിട്ടുള്ളത്? നോം ചോംസ്കി ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹം ഉദാഹരണമായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഉദാഹരണമായിട്ട് പരിഗണിക്കാവുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ ഭാഷകൾ വ്യത്യസ്ത ഗോത്രത്തിൽപ്പെടുന്നതാണ് അല്ലേ? മലയാളം എന്നുള്ളത് ഏത് ഗോത്രത്തിൽപ്പെടുന്നു? ദ്രാവിഡ ഭാഷാ ഗോത്രമാണ്. ഇംഗ്ലീഷ് എന്നുള്ളതോ ഇൻഡോ യൂറോപ്യൻ ഭാഷാഗോത്രമാണ്. ഹിന്ദിയോ ഇൻഡോ ആര്യൻ ഭാഷാഗോത്രമാണ്. പല ഭാഷാഗോത്രങ്ങളിൽ പെടുന്ന ഭാഷയായിട്ട് പോലും നാമം, ക്രിയ, വാക്യഘടന തുടങ്ങിയ അടിസ്ഥാന ഘടകങ്ങൾ ഇതിൽ ഒരുപോലെ കാണപ്പെടുന്നു. ഇത് സർവഭാഷാ വ്യാകരണത്തിൻ്റെ ആശയത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഷകളും എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട്, ഏതൊക്കെയോ ചില സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ പരസ്പര ബന്ധിതമാണ് എന്നാണ് നോം ചോംസ്കി പറയാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, മലയാള വ്യാകരണത്തിൽ നിന്നുള്ളതാണ്. 4ാമത്തെ ചോദ്യം, ശിഷ്യർ എന്ന പദത്തിൻ്റെ വ്യാകരണപരമായ സവിശേഷത എന്താണ്? നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, അലിംഗ ബഹുവചന പദമാണ്. എന്താണ് അലിംഗ ബഹുവചനം? പേര് കേൾക്കുമ്പോൾ ലിംഗമില്ലാത്തതിൻ്റെ ബഹുവചനം എന്ന് തെറ്റിദ്ധരിക്കരുത്. അലിംഗം എന്ന വാക്കിൻ്റെ അർത്ഥം ലിംഗമില്ലാത്തത് എന്നല്ല, ലിംഗവ്യത്യാസമില്ലാത്തത് എന്നാണ്. അതായത് ശിഷ്യർ എന്ന വാക്ക് പറയുമ്പോൾ, കേൾക്കുമ്പോൾ അത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗവും, ശിഷ്യകൾ എന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗവുമാണ്. പക്ഷേ ശിഷ്യർ എന്ന് പറയുമ്പോഴോ അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാകാം? ശിഷ്യനും ശിഷ്യയും ഉൾപ്പെട്ടിട്ടുണ്ടാകാം. ഇങ്ങനെ രണ്ട് കൂട്ടരെയും പൊതുവായി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് എന്തു പറയുന്നത്? അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അധ്യാപകർ എന്ന വാക്ക് പരിശോധിക്കുക, അതിൽ ആരൊക്കെ ഉണ്ടാകാം? അധ്യാപകനും അധ്യാപികയും ഉണ്ടാകാം. കുട്ടികൾ എന്ന വാക്ക് നോക്കുക, അതിൽ ആരൊക്കെ ഉണ്ടാകാം? ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടാകാം. ഇങ്ങനെ ആൺ പെൺ ഭേദമില്ലാതെ രണ്ട് കൂട്ടരെയും ഒരുമിച്ച് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് എന്തു പറയുന്നത്? അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ലിംഗമില്ലാത്തതിൻ്റെ ബഹുവചനമല്ല, ലിംഗവ്യത്യാസമില്ലാത്തതിൻ്റെ ബഹുവചനമാണെന്ത്? അലിംഗ ബഹുവചനം. ബഹുവചനത്തെ 3ആയി തിരിച്ചിരിക്കുന്നു. അലിംഗ ബഹുവചനം കൂടാതെ സലിംഗ ബഹുവചനവും പൂജക ബഹുവചനവും ഉണ്ട്. അങ്ങനെ ബഹുവചനത്തെ 3ആയി തിരിക്കാം. എന്താണ് ബഹുവചനം? ഇംഗ്ലീഷിലെ പ്ലൂറലാണ്. ഒരു ഡെഫിനിഷൻ കൊടുക്കാനാണെങ്കിൽ ഒന്നിലധികം എത്രയുണ്ടെങ്കിലും അത് ബഹുവചനമാണ്. ഇതിനെ 3ആയി തിരിച്ചിരിക്കുന്നു: സലിംഗം, അലിംഗം, പൂജകം. എന്താണ് സലിംഗ ബഹുവചനം? ലിംഗവ്യത്യാസത്തോടു കൂടിയ ബഹുവചനത്തെയാണ് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അതായത് സ്ത്രീലിംഗത്തിൻ്റെയോ പുല്ലിംഗത്തിൻ്റെയോ നപുംസകലിംഗത്തിൻ്റെയോ ബഹുവചനത്തെ നമുക്ക് എന്തു പറയാം? സലിംഗ ബഹുവചനം എന്ന് പറയാം. വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ പറയാം. നമ്പൂതിരി എന്നുള്ളത് അല്ലെ പുല്ലിംഗ പദമാണ്. അതിൻ്റെ ബഹുവചനമായ നമ്പൂതിരിമാർ സലിംഗ ബഹുവചനമാണ്. അന്തർജനം എന്നുള്ളത് സ്ത്രീലിംഗ പദമാണ്. അന്തർജനങ്ങൾ എന്നുള്ളത് അതിൻ്റെ ബഹുവചനമാണ്. അതുകൊണ്ട് അതും എന്ത് തന്നെ? സലിംഗ ബഹുവചനം തന്നെ. തട്ടാൻ പുല്ലിംഗമാണ്. തട്ടാന്മാർ പുല്ലിംഗത്തിൻ്റെ ബഹുവചനമാണ്. അതുകൊണ്ട് അത് സലിംഗ ബഹുവചനം. തട്ടാത്തി സ്ത്രീലിംഗ പദമാണ്. തട്ടാത്തികൾ എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗത്തിൻ്റെ ബഹുവചനമാണ്. അതും എവിടെ വരുന്നു? സലിംഗ ബഹുവചനത്തിൽ വരുന്നു. അമ്മ സ്ത്രീലിംഗ പദമാണ്. അമ്മമാർ സ്ത്രീലിംഗത്തിൻ്റെ ബഹുവചനമാണ്. സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഭാര്യമാർ സലിംഗ ബഹുവചനമാണ്, സ്ത്രീലിംഗത്തിൻ്റെ ബഹുവചനമായതുകൊണ്ട്. ഇനി പറയുന്ന ഉദാഹരണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മല, മല എന്നുള്ളത് അല്ലെ നപുംസകമാണ്. ജീവനില്ലാത്തതിനെയാണ് വ്യാകരണത്തിൽ നപുംസകം എന്ന് പറയുന്നത്. നപുംസകത്തിൻ്റെ ബഹുവചനവും എന്തു തന്നെയാണ്? സലിംഗ ബഹുവചനമാണ്. ആനകൾ അല്ലെ, അപ്പം മൃഗങ്ങൾക്കും ചെടികൾക്കും മരങ്ങൾക്കും ഒക്കെ ജീവനില്ലേ, അപ്പം അത് നപുംസകമാണോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും ഉന്നയിക്കാവുന്നതാണ്. കേരള പാണിനി AR രാജരാജവർമ്മ കേരള പാണ്ഡ്യത്തിൽ പറഞ്ഞു വയ്ക്കുന്നു,
തിര്യക്കുകളെ നപുംസകമായിട്ട് പരിഗണിക്കണമത്രേ. അതായത് വൃക്ഷലതാദികളെ, ജന്തുമൃഗാദികളെ, ഇതൊക്കെ അല്ലെ നപുംസകമായിട്ടാണ് വ്യാകരണം പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയുടെ ബഹുവചനം എവിടെ വരും? സലിംഗ ബഹുവചനത്തിൽ വരും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, സ്ത്രീലിംഗത്തിൻ്റെയോ പുല്ലിംഗത്തിൻ്റെയോ നപുംസകലിംഗത്തിൻ്റെയോ ബഹുവചനം, ഈ 3 കാറ്റഗറിയുടെയും ബഹുവചനം എന്താണ്? സലിംഗ ബഹുവചനമാണ്. ഇത് എടുത്തു പറയാനുള്ള കാരണം, നപുംസകത്തിൻ്റെ ബഹുവചനം കാണുമ്പോൾ പലരും വിചാരിക്കുന്നത് അത് അലിംഗ ബഹുവചനമാണ് എന്നാണ്. കാരണം എന്താ? അലിംഗ ബഹുവചനം എന്ന വാക്ക് കേൾക്കുമ്പോൾ ലിംഗമില്ലാത്തതിൻ്റെ, അതായത് നപുംസകത്തിൻ്റെ ബഹുവചനം എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയല്ല കേട്ടോ. ജീവനില്ലാത്തതിൻ്റെ ബഹുവചനമല്ല അലിംഗത്തിൽ വരുന്നത്. പിന്നെയോ ലിംഗവ്യത്യാസമില്ലാത്തതിൻ്റെ ബഹുവചനമാണ് അലിംഗ ബഹുവചനത്തിൽ വരുന്നത്. നോക്കിക്കേ, മിടുക്കർ, വേലക്കാർ, ശിഷ്യർ, ഈ ഉദാഹരണങ്ങളിൽ ആരൊക്കെ ഉണ്ടാകാം? മിടുക്കരിൽ ആരൊക്കെയുണ്ട്? മിടുക്കനും മിടുക്കിയുമുണ്ട്. വേലക്കാരിൽ ആരൊക്കെയുണ്ട്? വേലക്കാരനും വേലക്കാരിയുമുണ്ട്. ശിഷ്യരിൽ ആരൊക്കെയുണ്ട്? ശിഷ്യനും ശിഷ്യയുമുണ്ട്. വ്യത്യാസം മനസ്സിലായോ? 2 കൂട്ടരെയും ഒരുമിച്ച് പ്രയോഗിക്കുകയാണെങ്കിൽ അത് അലിംഗ ബഹുവചനം. സ്ത്രീലിംഗ, പുല്ലിംഗ, നപുംസകലിംഗങ്ങളിൽ ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ ബഹുവചനമാണ് സലിംഗ ബഹുവചനം. ക്ലിയർ? മൂന്നാമതൊരു വകുപ്പ് കൂടിയുണ്ടല്ലോ, വളരെ പ്രധാനപ്പെട്ടത്, പൂജക ബഹുവചനം. പൂജക ബഹുവചനം രൂപം കൊണ്ട് ബഹുവചനവും അർത്ഥം കൊണ്ട് ഏകവചനവുമാണ്. ആദരസൂചകമായിട്ട് ഏകവചനത്തോടൊപ്പം ബഹുവചന പ്രത്യയം ചേർക്കുന്നതിനെയാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. സ്വാമികൾ, ആചാര്യർ, ദ്രോണർ, ഭീഷ്മർ, ഗുരുക്കൾ, വൈദ്യർ, അവർകൾ, ഇതൊക്കെ എന്തിന് ഉദാഹരണം? പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ഈ ഉദാഹരണങ്ങളിലൊക്കെ എത്ര പേരേ ഉള്ളൂ? ഒരാളേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് വാക്കിന്റെ ഒടുവിൽ അർ അല്ലെങ്കിൽ കൾ എന്ന ബഹുവചന പ്രത്യയം ചേർത്തിരിക്കുന്നത്? അവർക്ക് കൊടുക്കുന്ന ആദരമാണ്. വ്യക്തി ഒന്നേ ഉള്ളുവെങ്കിലും ആദര സൂചകമായിട്ട് അവരുടെ പേരിനോടൊപ്പം ബഹുവചന പ്രത്യയം ചേർത്താൽ അതിനെ എന്ത് വിളിക്കാം? പൂജക ബഹുവചനം എന്ന് വിളിക്കാം. അർത്ഥം കൊണ്ട് ഏകവചനവും രൂപം കൊണ്ട് ബഹുവചനവുമായതാണ് പൂജക ബഹുവചനം. ഏകവചനത്തോടൊപ്പം ആദര സൂചകമായിട്ട് ബഹുവചന പ്രത്യയം ചേർക്കുന്നതാണ് പൂജക ബഹുവചനം. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, അത് പിന്നീടൊരു അവസരത്തിൽ പറയാം. ലിംഗപ്രത്യയങ്ങളെ കുറിച്ച് പറയാനുണ്ട്, അത് പിന്നീട് പറയാം കേട്ടോ. 5-മത്തെ ഈ ചോദ്യത്തിന്റെ വിശദീകരണത്തിൽ അത് വരും, ഞാനത് അപ്പം പറയാം. അവൾ എന്ന പദത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? ചുട്ടെഴുത്തും ലിംഗപ്രത്യയവുമാണ്. എന്താണ് ചുട്ടെഴുത്ത്? ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന എഴുത്തിനെയാണ് ചുട്ടെഴുത്ത് എന്ന് പറയുന്നത്. എന്നിൽ നിന്ന് അല്പമാത്രം അകലത്തിൽ നിൽക്കുന്ന ഒന്നിനെ കുറിക്കാൻ ഞാൻ എന്തുപയോഗിക്കും? അത് എന്ന് പറയും അല്ലേ? അതിങ്ങോട്ട് എടുത്തേ അല്ലേ എന്ന് പറയും. അല്ലെങ്കിൽ അവനെ ഇങ്ങോട്ട് വിളിച്ചേ, അവളെ ഇങ്ങോട്ട് വിളിച്ചേ, അവരെ ഇങ്ങോട്ട് വിളിച്ചേ എന്ന് ഞാൻ പറയും. എന്നിൽ നിന്നും അല്പം അകലെയാണ്, എന്നാൽ കണ്ണെത്തും ദൂരത്ത് ഉണ്ട് താനും. അങ്ങനെയുള്ളവരെ അല്ലെങ്കിൽ ഉള്ളതിനെ കുറിക്കാനാണ് ആ എന്ന ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വിശേഷിപ്പിക്കുന്നത്. ഇനി എൻ്റെ തൊട്ടടുത്താണെങ്കിലോ ഇവൻ, ഇവൾ, ഇവർ, ഇത് എന്ന വാക്കായിരിക്കും ഉപയോഗിക്കുക. ഇനി എവിടെയാണെന്നതിനെ കുറിച്ച് എനിക്ക് യാതൊരു ധാരണയുമില്ല, പക്ഷെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകാം അല്ലേ? ഏതോ ഒരുത്തൻ, യവൻ അല്ലേ, ഏത്, എവൾ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അത് കൺമുന്നിലേ ഇല്ല, എന്നാൽ എവിടെയോ ഉണ്ട് താനും. അപ്പോൾ എന്നിൽ നിന്ന് എത്രമാത്രം അകലെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ, ഈ, എ എന്നീ ശബ്ദങ്ങളെ ഞാൻ ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ എന്നിൽ നിന്ന് എത്രമാത്രം അകലെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആ, ഈ, എ എന്നീ ശബ്ദങ്ങളെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ ശബ്ദങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ചുട്ടെഴുത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ചൂണ്ടിക്കാണിക്കാൻ സഹായിക്കുന്ന എഴുത്തുകൾ ചുട്ടെഴുത്തുകൾ. മലയാളത്തിൽ എത്ര ചുട്ടെഴുത്തുകൾ? 3 ചുട്ടെഴുത്തുകൾ. ഏതൊക്കെയാ? ആ, ഈ, എ എന്നിവയാണ് മലയാളത്തിലെ ചുട്ടെഴുത്തുകൾ. ഇനി അവൾ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് എന്തു മനസ്സിലായി? അത് സ്ത്രീലിംഗ പദമാണെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ആ എന്ന ചുട്ടെഴുത്തിനോടൊപ്പം അൾ എന്ന സ്ത്രീലിംഗ പ്രത്യയം ചേരുമ്പോഴാണ് ഏതു വാക്കുണ്ടാകുന്നത്?
അവൾ എന്ന വാക്കുണ്ടാകുന്നത്. കണ്ടോ? അപ്പൊ അവൾ എന്ന വാക്കിനെ പിരിച്ചെഴുതുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഒന്ന് ആ എന്ന ചുട്ടെഴുത്തും, രണ്ട് അൾ എന്ന സ്ത്രീലിംഗ പ്രത്യയവും. അപ്പോ അവൾ എന്ന വാക്കിൽ ആ എന്ന ചുട്ടെഴുത്തും അൾ എന്ന സ്ത്രീലിംഗ പ്രത്യയവുമാണ് അടങ്ങിയിരിക്കുന്നത്. മനസ്സിലായോ? കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മറക്കരുത് കേട്ടോ, ചുട്ടെഴുത്തിനെ കുറിച്ച് പലപ്പോഴും പരീക്ഷയിൽ ചോദ്യം വരാറുണ്ട്. 3 ചുട്ടെഴുത്തുകളാണ്. ആ, ഇ, എ എന്നിവയാണ് ചുട്ടെഴുത്തുകൾ. ചൂണ്ടിക്കാണിക്കാൻ സഹായിക്കുന്നു. അത്, ഇത്, ഏത് മുതലായ രീതികളിലാണ് ഇവ ഉപയോഗിക്കുന്നത്. ദൂരെയുള്ളതിനെയും അടുത്തുള്ളതിനെയും ചോദ്യരൂപത്തിലും ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചുട്ടെഴുത്തുകൾ ഉപയോഗിക്കുന്നത്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടത്. നേരത്തെ പറയാൻ വച്ചിരുന്നത് ഇതാണ് കേട്ടോ. ഒരു വാക്ക് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് നമുക്ക് എങ്ങനെയാ തിരിച്ചറിയാൻ സാധിക്കുക? അതിൻ്റെ ഒടുവിൽ ചേർത്തിട്ടുള്ള പ്രത്യയം കാണുമ്പോഴാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, അവൾ, ഇവൾ, യവൾ, ബുദ്ധിയുള്ളവൾ, സൗന്ദര്യമുള്ളവൾ, മിടുക്കുള്ളവൾ, അധികാരമുള്ളവൾ, സമ്പത്തുള്ളവൾ, ധനമുള്ളവൾ, അല്ലെ എന്നൊക്കെ പറയുമ്പോൾ ആ സ്ത്രീലിംഗ പദമാണ് ഞാൻ പറയുന്നത് എന്ന് എങ്ങനെ മനസ്സിലായി? ആ വാക്കുകളുടെയൊക്കെ ഒടുവിൽ കാണുന്ന അൾ എന്ന ശബ്ദത്തിൽ നിന്ന് മനസ്സിലായി. അതുപോലെ സുന്ദരി, മിടുക്കി, തടിച്ചി, കൊതിച്ചി, മടിച്ചി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ സ്ത്രീലിംഗ ശബ്ദമാണെന്ന് എങ്ങനെ മനസ്സിലായി? അതിൻ്റെ ഒടുവിൽ ചേർത്തിട്ടുള്ള ഈ എന്ന പ്രത്യയം കണ്ടപ്പോൾ മനസ്സിലായി. അപ്പം മറക്കരുത്, മലയാളത്തിൽ 2 സ്ത്രീലിംഗ പ്രത്യയങ്ങളാണുള്ളത്. ഏതൊക്കെയാ? അൾ എന്ന പ്രത്യയവും ഈ എന്ന പ്രത്യയവും സ്ത്രീലിംഗ പ്രത്യയങ്ങളാണ്. അപ്പൊ പുല്ലിംഗത്തിനും പ്രത്യയം ഉണ്ടാകുമല്ലോ. ഏതാ പുല്ലിംഗ പ്രത്യയം? അൻ പ്രത്യയം. അവൻ, ഇവൻ, യവൻ, അച്ഛൻ, മകൻ, മിടുക്കൻ, തടിയൻ, കൊതിയൻ, മടിയൻ എന്നൊക്കെ പറയുമ്പോൾ അൻ പ്രത്യയമാണ്. ബുദ്ധിയുള്ളവൻ, സൗന്ദര്യമുള്ളവൻ, മിടുക്കുള്ളവൻ, മടിയുള്ളവൻ, പണമുള്ളവൻ, ജോലിയുള്ളവൻ എന്ന് പറയുമ്പോഴും അതിൻ്റെ ഒടുവിൽ ചേരുന്ന ശബ്ദവും ഏത് തന്നെയാണ്? അൻ തന്നെയാണ്. അപ്പൊ മലയാളത്തിൽ ഒറ്റ പുല്ലിംഗ പ്രത്യയമേയുള്ളൂ. അതേതാണ്? അന്നാണ്. സ്ത്രീലിംഗ പ്രത്യയങ്ങൾ 2 ഏതൊക്കെയാണ്? അള്ളും ഈയുമാണ്. ഇനി ജീവനില്ലാത്തതിനെ കുറിക്കാനാണ് മലയാളത്തിൽ അം അല്ലെങ്കിൽ ത പ്രത്യയങ്ങൾ ഉപയോഗിക്കുക. ജലം, കലം, കുടം, ആകാശം, മേഘം, വെള്ളം എന്നൊക്കെ പറയുമ്പോൾ ഏത് ശബ്ദമാണ് വരുന്നത്? അം എന്ന ശബ്ദമാണ് വരുന്നത്. ഇനി സർവനാമത്തിലേക്ക് വരുമ്പോഴോ അത്, ഇത്, ഏത്, അല്ലെ മനുഷ്യരെ കുറിക്കാനായിട്ട് അത്, ഇത്, ഏത് എന്ന് നമ്മൾ പ്രയോഗിക്കില്ല. വസ്തുക്കളെ കുറിക്കാനാണ് അത്, ഇത്, ഏത് തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുക. അപ്പൊ ത എന്നുള്ളതും അം എന്നുള്ളതും എന്ത് തന്നെയാണ്? നപുംസകലിംഗ പ്രത്യയങ്ങളാണ്. നപുംസകലിംഗ പ്രത്യയങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാകാം. ഈ പറയുന്നത് പോലെ എല്ലായിടത്തും ഇത് വർക്കൗട്ട് ആകുമോ? ഇപ്പൊ അമ്മ എന്നുള്ളതൊരു സ്ത്രീലിംഗ പദമാണ്. അമ്മ എന്ന വാക്കിന്റെ ഒടുവിൽ അൾ എന്ന പ്രത്യയമോ ഈ എന്ന പ്രത്യയമോ നമുക്ക് കാണാനാവില്ല. അപ്പൊ അവിടെ അത് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന ചോദ്യത്തിന് ഒരു പരിഹാരമേ ഉള്ളൂ. എല്ലായിടത്തും ഇത് കാണുമെന്നല്ല, ഭൂരിഭാഗം സാഹചര്യങ്ങളിലും സ്ത്രീലിംഗ, പുല്ലിംഗ, നപുംസകങ്ങളെ കുറിക്കാൻ ഈ പ്രത്യയങ്ങളാണ് ഉപയോഗിക്കുന്നത്. എല്ലായിടത്തുമല്ല, ഭൂരിഭാഗം ഇടങ്ങളിലും. അതുകൊണ്ടാണ് ഈ പ്രത്യയങ്ങളെ എന്ത് വിളിക്കുന്നത്? ലിംഗപ്രത്യയങ്ങൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. എല്ലായിടത്തും കാണാൻ സാധിക്കില്ല, എന്നാൽ ഭൂരിഭാഗം ഇടങ്ങളിൽ കാണാനും സാധിക്കും. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ചുവടെ തന്നിട്ടുള്ളതിൽ നിന്നും പുല്ലിംഗ പ്രത്യയം കണ്ടെത്തുക, സ്ത്രീലിംഗ പ്രത്യയം കണ്ടെത്തുക, നപുംസകലിംഗ പ്രത്യയം കണ്ടെത്തുക എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക്. ഇതിഹാസ കഥാപാത്രത്തെ മുൻനിർത്തി എം.ടി. വാസുദേവൻ നായർ രചിച്ച നോവലാണേത്? രണ്ടാമൂഴം. എം.ടി. വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? രണ്ടാമൂഴം തന്നെയാണ്. ഏത് ഇതിഹാസ കഥാപാത്രത്തെയാണ് രണ്ടാമൂഴത്തിൽ കാണാനാവുക? പഞ്ചപാണ്ഡവിൽ രണ്ടാമൂഴക്കാരനായ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് എം.ടി. വാസുദേവൻ നായർ രചിച്ച നോവലാണേത്? രണ്ടാമൂഴം. അസുരവിത്ത്. അസുരവിത്ത് ഒരു സാമൂഹിക നോവലാണ്. ഗോവിന്ദൻകുട്ടിയും മീനാക്ഷിയും പ്രധാന കഥാപാത്രങ്ങളാകുന്ന മലയാള നോവലാണ് ഏത്? അസുരവിത്ത്. എം.ടിയുടെ തന്നെ നോവലാണ് കേട്ടോ. പിന്നെ
മഞ്ഞ് എം ടി രചിച്ച ബോധധാര നോവലാണ്. എം ടിയെ കേരള ഹെമിംഗ്വേ എന്ന വിളിപ്പേരിന് അർഹനാക്കിയ നോവൽ കൂടിയാണ് മഞ്ഞ്. വിമല ടീച്ചർ, അതുപോലെ അമർ സിംഗ്, ബുദ്ധു അല്ലേ, എന്നിവർ കഥാപാത്രങ്ങളാകുന്ന മലയാള നോവലാണ് മഞ്ഞ്. കാലം, സേതുവും സുമിത്രയും പ്രധാന കഥാപാത്രങ്ങളാകുന്ന മലയാള നോവലാണ് കാലം. എം ടിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം കാലമാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത് നാലുകെട്ട് എന്ന നോവലിനാണ്. അപ്പുണ്ണി, കോന്തുണ്ണി നായർ എന്നിവർ കഥാപാത്രങ്ങളാകുന്ന നോവലാണേത്? നാലുകെട്ട്. ശരി, ദാ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. രണ്ടാം ഊഴത്തിലെ കേന്ദ്ര കഥാപാത്രം ഭീമനാണ്. അസുരവിത്ത് ഗോവിന്ദൻകുട്ടി, മീനാക്ഷി. മഞ്ഞ് വിമല, അമർ സിംഗ്, ബുദ്ധു. കാലം സേതു, സുമിത്ര എന്നിവരാണ് കഥാപാത്രങ്ങളാകുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം 1995 എം ടി വാസുദേവൻ നായർക്ക് ലഭിച്ചിരുന്നു. മലയാള സാഹിത്യത്തിലേക്ക് 4ാമത് ജ്ഞാനപീഠ പുരസ്കാരം കടന്നു വരുന്നത് എം ടി വാസുദേവൻ നായരിലൂടെയാണ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 6 മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 1965 പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അത് നേടിയത് ജി ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 1980 മലയാള സാഹിത്യത്തിലേക്ക് 2ാമത് ജ്ഞാനപീഠ പുരസ്കാരം കടന്നു വരുന്നു. എസ്.കെ. പൊറ്റേക്കാട്ടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിലൂടെയാണ് പുരസ്കാരത്തിന് മലയാളം അർഹമായത്. 3ാമത് ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിന് ലഭിച്ചത് 1984 തകഴി ശിവശങ്കരപ്പിള്ളയ്ക്കാണ് ലഭിച്ചത്. സമഗ്ര സംഭാവനയ്ക്കുള്ള ജ്ഞാനപീഠ പുരസ്കാരമാണ് തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് 1984 ലഭിച്ചത്. 4ാമത് ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിന് ലഭിക്കുന്നത് 1995 എം ടി വാസുദേവൻ നായർക്കാണ്. സമഗ്ര സംഭാവനയ്ക്കാണ്. 2007 മലയാളത്തിന് 5ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്ന ONV കുറുപ്പിലൂടെ. 6ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിയിലൂടെയാണ് മലയാളത്തിന് ലഭിക്കുന്നത്. അപ്പം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ മുൻകാല ചോദ്യ പേപ്പറുകളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതൊന്ന് പരിഗണിച്ചേക്കണം. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം എന്താണ്? കവിയുടെ കാൽപ്പാടുകൾ എന്ന കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആത്മകഥയാണ്. ആരുടെ ആത്മകഥയാണ്? നിളയുടെ കവി എന്നറിയപ്പെടുന്ന, മേഘരൂപൻ എന്നറിയപ്പെടുന്ന, പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ്? പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. അദ്ദേഹം 3 ആത്മകഥകൾ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാ? കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി. ഇങ്ങനെ 3 ആത്മകഥകളാണ് ആരുടേതായിട്ടുള്ളത്? പി കുഞ്ഞിരാമൻ നായരുടേതായിട്ടുള്ളത്. ആ 3 ആത്മകഥകളും ചേർത്ത് ഒറ്റ പുസ്തകമായിട്ടാണ് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാകുന്നത്. ആ പുസ്തകത്തിന്റെ പേരാണെന്ത്? കവിയുടെ കാൽപ്പാടുകൾ. ആത്മകഥകൾ നമ്മുടെ പരീക്ഷകളിൽ മിക്കവാറും തന്നെ ചോദിക്കാറുള്ളതാണ്. സമീപകാലത്ത് നടന്ന പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഏതാനും ചില ആത്മകഥകൾ നമുക്കൊന്ന് പരിശോധിക്കാം കേട്ടോ. ദാ നോക്കൂ. ഓർമ്മയുടെ ഓളങ്ങളിൽ അല്ലെ, നമ്മളിപ്പോ പറഞ്ഞ പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ ഓളങ്ങളിൽ. ഓർമ്മയുടെ തീരങ്ങളിൽ, അതുപോലെ എൻ്റെ വക്കീൽ ജീവിതം, 2 ആത്മകഥകൾ എഴുതിയിട്ടുണ്ട്. ആര്? തകഴി ശിവശങ്കരപ്പിള്ള. ഓർമ്മയുടെ അറകൾ എന്ന ആത്മകഥ ആരുടേതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ്. ഒളിവിലെ ഓർമ്മകൾ എന്ന ആത്മകഥ എഴുതിയത് നാടക സംവിധായകനും നാടക രചയിതാവും നാടക നടനുമായ തോപ്പിൽ ഭാസിയാണ്. പിന്നെ സർവീസ് സ്റ്റോറി എന്ന ആത്മകഥയുടെ കർത്താവ് മലയാറ്റൂർ രാമകൃഷ്ണനാണ്. അരങ്ങ് കാണാത്ത നടൻ ഒരുപാട് തവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അരങ്ങ് കാണാത്ത നടൻ എന്ന ആത്മകഥ തിക്കോടിയന്റെയാണ്. തിക്കോടിയൻ തൂലികാനാമം P. കുഞ്ഞനന്തൻ നായർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര്.
കൊഴിഞ്ഞ ഇലകൾ എന്ന ആത്മകഥ എഴുതിയത് മലയാളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരിയാണ്. അപ്പൊ കഴിഞ്ഞ കാലം എന്ന ആത്മകഥ എഴുതിയതോ മാതൃഭൂമിയുടെ സ്ഥാപക എഡിറ്ററായ KP കേശവമേനോന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. ജീവിതപാത എന്ന ആത്മകഥയുടെ കർത്താവ് ആരാ? ചെറുകാട് C. ഗോവിന്ദ പിഷാരടിയാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, മലയാള അധ്യാപകനായിരുന്നു. ഞാൻ എന്ന ആത്മകഥയുടെ കർത്താവ് ആരാ? നമ്മുടെ അഞ്ഞൂറാൻ മുതലാളി അല്ലേ? NN പിള്ളയുടെ ആത്മകഥയുടെ പേരാണ് ഞാൻ. എതിർപ്പ് എന്ന ആത്മകഥ എഴുതിയത് പുരോഗമന സാഹിത്യകാരന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന P. കേശവദേവാണ്. തിരനോട്ടം എന്ന ആത്മകഥയുടെ കർത്താവ് കലാമണ്ഡലം രാമൻകുട്ടി നായരാണ്. ഒരു സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ആത്മകഥയുടെ കർത്താവ് ഡോക്ടർ PKR വാര്യരാണ്. തുടിക്കുന്ന താളുകൾ എന്ന ആത്മകഥയുടെ കർത്താവ് ഗന്ധർവ കവിയായ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനമായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. അതുപോലെ എൻ്റെ കഥയില്ലായ്മകൾ എന്ന ആത്മകഥയുടെ കർത്താവ് AP ഉദയഭാനുവാണ്. എൻ്റെ ജീവിതകഥ എഴുതിയത് AKG എന്ന AK ഗോപാലനാണ്. ആത്മകഥയ്ക്കൊരാമുഖം എന്ന ആത്മകഥ എഴുതിയത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആരാ എഴുതിയത്? ലളിതാംബിക അന്തർജനം. ആത്മകഥയ്ക്കൊരു ആമുഖം. പ്രമാണം എന്ന ആത്മകഥയുടെ കർത്താവ് പല്ലാവൂർ അപ്പുമാരാരാണ്. സോപാനം അല്ലെ, സോപാന സംഗീതത്തെ ജനകീയമാക്കിയ വ്യക്തിയാണ് ഞെരളത്ത് രാമപ്പൊതുവാൾ. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് സോപാനം. എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും എന്ന ആത്മകഥ എഴുതിയത് കലാമണ്ഡലം കൃഷ്ണൻ നായരാണ്. പിന്നെ എൻ്റെ കുതിപ്പും കിതപ്പും എന്ന ആത്മകഥയുടെ കർത്താവ് ഫാദർ വടക്കനാണ്. ആത്മരേഖ എന്ന ആത്മകഥയുടെ കർത്താവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. MT വാസുദേവൻ നായർ ആദ്യമായി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ PJ ആന്റണിയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ നാടക സ്മരണകൾ. NSSന്റെ സ്ഥാപകനായ മന്നത്തു പത്മനാഭന്റെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിത സ്മരണകൾ എന്നാണ്. കാവ്യലോക സ്മരണകൾ എന്ന ആത്മകഥയുടെ കർത്താവ് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. കവിയായ, ആദ്യകാലത്ത് ശ്രീ എന്ന തൂലികാ നാമത്തിൽ സാഹിത്യരചന നടത്തിയിരുന്ന കുടിയൊഴിക്കൽ പോലെയുള്ള കൃതികളിലൂടെ മലയാളിയുടെ ഹൃദയത്തിലിടം നേടിയ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ആത്മകഥയുടെ പേര് കാവ്യലോക സ്മരണകൾ എന്നാണ്. യെസ്, അത്രയും ആത്മകഥകൾ പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. വിജ്ഞാന കൈരളി എന്ന ആനുകാലികത്തിന്റെ പ്രസാധകർ ആരാണ്? നമ്മൾ കണ്ടെത്തി, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് ചില മുഖപത്രങ്ങൾ അല്ലെങ്കിൽ അവർ പുറത്തിറക്കുന്ന ചില മാസികകൾ, ആനുകാലികങ്ങളുണ്ട്. ഒരു കാരണവശാലും വിട്ടുകളയരുത്. എന്തായാലും അത് പരീക്ഷയിൽ ചോദിക്കും. നമുക്കതൊന്ന് പരിശോധിക്കാം. കേളി ആരുടെയാ? കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രമാണേത്? കേളി. വിജ്ഞാന കൈരളി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ അക്ഷര കൈരളിയോ? കേരള സാക്ഷരതാ മിഷന്റെ മുഖപത്രമാണ് അക്ഷര കൈരളി. ശാസ്ത്രഗതി, ശാസ്ത്ര കേരളം, യുറീക്ക എന്നിവ ആരുടെ പ്രസാധനമാണ്? കേരള ശാസ്ത്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. പിന്നെ പൊലി, കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് പൊലി. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണമാണേത്? തളിര്. ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആരണ്യകം കേരള വനം വകുപ്പിൻ്റെയാണ്. ഗ്രന്ഥാലോകം ആരുടെയാ? കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെയാണ്. സാഹിത്യ ചക്രവാളം ആരുടെയാ? കേരള സാഹിത്യ അക്കാദമിയുടേതാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണ്. ചിലപ്പോൾ ചേരുംപടിയിൽ ചോദിക്കാം, അല്ലെങ്കിലോ ഒരെണ്ണത്തിന്റെ പേര് തന്നിട്ട് ആരുടേതാണ് ഈ പ്രസിദ്ധീകരണം എന്നും പരീക്ഷയിൽ ചോദ്യം വരാറുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക്, വളരെ പ്രധാനപ്പെട്ടത്, സന്ധിയിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ ചോദിച്ചു കാണുന്നു. പശ്ചിമേഷ്യ ലോപസന്ധിയാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇത് ലോപസന്ധി ആകുന്നത്? അത് ആദ്യം പിരിച്ചെഴുതണം, അപ്പോഴേ നമുക്ക് മനസ്സിലാകൂ. എങ്ങനെ പിരിച്ചെഴുതാം?
പശ്ചിമ അധികം ഏഷ്യ. ഇങ്ങനെയാണ് ഇത് പിരിച്ചെഴുതുന്നത്. ചേർത്തെഴുതുമ്പോൾ എന്തു വരുന്നു? പശ്ചിമേഷ്യ എന്ന് വരുന്നു. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇവിടെ യാതൊന്നും ലോപിച്ചു പോയതായിട്ട് നമുക്ക് തോന്നില്ല. നോക്കിക്കേ, പശ്ചിമ, ദാ പശ്ചിമ, 3 അക്ഷരങ്ങളും ഇവിടെയുണ്ട്. ഏ എന്നുള്ള അക്ഷരം ഇവിടെ ചിഹ്നമായിട്ട് കിടപ്പുണ്ട്. ഷ്യ എന്ന ശബ്ദം അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. പിന്നെ ആരാ ലോപിച്ചു പോയത് എന്ന് നമുക്കൊരു സംശയം തോന്നാം, അല്ലേ? ആരാ ലോപിച്ചു പോയതെന്ന് മനസ്സിലായോ? ആ എന്ന അക്ഷരമാണ് ലോപിച്ചു പോയത്. എവിടെയുള്ള ആ? പശ്ചിമ എന്ന് പറഞ്ഞു നിർത്തുന്നിടത്ത് ആരുണ്ട്? ആ എന്ന അക്ഷരമുണ്ട്. മലയാളത്തിലെ 36 വ്യഞ്ജനങ്ങളുടെ കൂടെയും ആ എന്ന ശബ്ദമുണ്ട്, അല്ലേ? ക ഖ ഗ ഗ ങ ച ഛ ജ ജ ഞ ട ട ഢ ഢ ണ ത ത ധ ധ ന പ പ ഭ ഭ മ യ ര ല വ ശ ഷ സ ഹ ള ഴ റ എന്നൊക്കെ പറയുമ്പോൾ 36 വ്യഞ്ജനങ്ങൾ ഉച്ചരിക്കുമ്പോഴും അതിൻ്റെ കൂടെ ആരുണ്ട്? ആ എന്ന സ്വരാക്ഷരമുണ്ട്. ഇതില്ലാത്തത് ആരുടെ കൂടെ മാത്രമാണ്? ചില്ലക്ഷരങ്ങളുടെ കൂടെ മാത്രമാണ്. എന്നീ 5 വ്യഞ്ജനങ്ങളെ ഉച്ചരിക്കുമ്പോൾ നമുക്ക് ഏത് ശബ്ദം കേൾക്കില്ല? ആ എന്ന ശബ്ദം കേൾക്കില്ല. ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, സ്വരസഹായമില്ലാതെ ഉച്ചരിക്കപ്പെടുന്ന വ്യഞ്ജനങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ചില്ലക്ഷരങ്ങളാണ്. അത് പറയുമ്പോൾ എന്തോർക്കണം? മലയാളത്തിലെ 36 വ്യഞ്ജനങ്ങളുടെ കൂടെയും ആ എന്ന സ്വരാക്ഷരമുണ്ട്. അപ്പൊ പശ്ചിമ എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ അവിടെ ഒരായുണ്ട്. ആ എവിടെയില്ല? പശ്ചിമേഷ്യ എന്ന് പറയുമ്പോൾ ഇല്ല, അല്ലേ? പശ്ചിമേഷ്യ എന്ന് പറയുമ്പോൾ ആ എന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? മായുടെ കൂടെയുള്ള ആ ഇവിടെ കേൾക്കുന്നുണ്ടോ? ഇല്ല. എന്ത് സംഭവിച്ചു? ലോപിച്ചു പോയി. അതുകൊണ്ട് അത് ഏത് സന്ധി? ലോപസന്ധി. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വേറെയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചത് നീലാകാശം സന്ധി ഏത് എന്നാണ്. നീല അധികം ആകാശം. ഇത് ചേർത്തെഴുതുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നീലാകാശം എന്ന് കിട്ടുന്നത്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കിക്കേ. നീല എന്ന പൂർവപദം ദേ ഇവിടെ അങ്ങനെ തന്നെയുണ്ട്. കാശം, ദേ കാശവുമുണ്ട്. ആ എന്ന സ്വരാക്ഷരം ദേ ഇവിടെ ചിഹ്നമായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഒറ്റനോട്ടത്തിൽ നമുക്ക് എന്തു തോന്നും? ഇവിടെ യാതൊരു അക്ഷരവും അല്ലെങ്കിൽ ഏതൊരക്ഷരവും ലോപിച്ചു പോയിട്ടില്ല എന്ന് തോന്നും. പക്ഷേ ലോപിച്ചു. ഏതക്ഷരമാ? ആ തന്നെ. ഏതായാണ്? നീല എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ ഇവിടെ ഒരു ആയുണ്ട്. ഈ അകാരം ചേർത്തെഴുത്തിലില്ല, അത് ലോപിച്ചു പോയി. അതുകൊണ്ട് ഏത് സന്ധി? ലോപസന്ധി. ഇതുപോലെ തന്നെയാണ് പെറ്റമ്മ, അല്ലേ? പെറ്റ അധികം അമ്മ. ചേർത്തെഴുതുമ്പോ പെറ്റമ്മ. നോക്കിക്കേ, പെറ്റ എന്ന വാക്ക് ദേ ഇവിടെയുണ്ട്, മ ഇവിടെയുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചു? ആ ലോപിച്ചു പോയി. രണ്ടായുണ്ട്, അല്ലേ? പെറ്റ എന്ന് പറഞ്ഞ് നിർത്തുന്നിടത്ത് ഒരായുണ്ട്. രണ്ടാമത്തെ വാക്ക് ആരംഭിക്കുന്നത് ഒരായിലാണ്. അങ്ങനെ ഇവിടെ മൊത്തം 2 ആയുണ്ട്. പക്ഷെ ചേർത്തെഴുതിയപ്പോൾ പെറ്റമ്മ. ഇവിടെ എത്ര ആയേ കേൾക്കുന്നുള്ളൂ അല്ലെങ്കിൽ കാണുന്നുള്ളൂ? ഒരായേ കാണുന്നുള്ളൂ. ഒരായ്ക്ക് എന്ത് സംഭവിച്ചു? ലോപിച്ചു പോയി. അതുകൊണ്ട് ഏത് സന്ധി? ലോപസന്ധി. കിട്ടിയോ? കാര്യം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഏതാനും ചില സന്ധികൾ കൂടി ഇവിടെ ഉൾപ്പെടുത്തുന്നു. നോക്കാം. ചിരി അധികം അടക്കാൻ. ചിരി അടക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? ചിരി അടക്കാൻ, ചിരി അടക്കാൻ, ചിരി അധികം അടക്കാൻ. ചേർത്തെഴുതുമ്പോൾ എന്തു വരും? ചിരി അടക്കാൻ. യാ എന്ന അക്ഷരം, അല്ലേ? പൂർവപദത്തിലോ ഉത്തരപദത്തിലോ ഇല്ലാത്തൊരക്ഷരം ചേർത്തെഴുതിയപ്പോൾ വന്നു. യാ എന്ന അക്ഷരം ആഗമിച്ചത് കൊണ്ട് ഏത് സന്ധി? ആഗമസന്ധിയാണ്. മറ്റൊന്ന്, ചീന്തി അധികം എറിഞ്ഞ്. ചേർത്തെഴുതിയപ്പോൾ ചീന്തി എറിഞ്ഞ്. കണ്ടോ? യാ എന്ന അക്ഷരം ആഗമിച്ചത് കൊണ്ട് ആഗമസന്ധി. പെയ്ത് അധികം ഒഴിഞ്ഞു. ചേർത്തെഴുതിയപ്പോൾ പെയ്തൊഴിഞ്ഞു. എന്ത് സംഭവിച്ചു? ദായി തായുടെ കൂടെയുള്ള ചന്ദ്രക്കല അഥവാ സമൃദ്ധോകാരമില്ലേ, അത് ലോപിച്ചു പോയി. അതുകൊണ്ട് ഏത് സന്ധിയാണ്? ലോപസന്ധിയാണ്. കിട്ടിയല്ലോ. മഞ്ഞ അധികം പിത്തം. മഞ്ഞപ്പിത്തം. ഇവിടെ ഒരു പായേ ഉള്ളൂ, ഇങ്ങോട്ട് വന്നപ്പോൾ പാ ഇരട്ടിച്ചു. ഏത് സന്ധി? ദ്വിത്വസന്ധിയാണ്. അമർത്തി അധികം തുടച്ച്. ഇവിടെ ഒരു തായേ ഉള്ളൂ, ഇവിടെ വന്നപ്പോൾ 2 താ. തകാരം ഇരട്ടിച്ചത് കൊണ്ട് ദ്വിത്വസന്ധി.
ഈ അധികം കാലത്ത്, ഇക്കാലത്ത്, കാ ഇരട്ടിച്ചത് കൊണ്ട് ദ്വിത്വസന്ധി. കിട്ടിയല്ലോ. ഇങ്ങനെ രണ്ട് വാക്കുകൾ കൂടി ചേരുമ്പോൾ ഒരക്ഷരം ഇല്ലാതായി പോയാൽ അതിനെ ലോപസന്ധി എന്നും, പുതിയൊരക്ഷരം വന്നു ചേർന്നാൽ അതിനെ ആഗമസന്ധി എന്നും, ഒന്ന് പോയിട്ട് മറ്റൊന്ന് വന്നാൽ അതിനെ ആദേശസന്ധി എന്നും, ഉള്ള വർണ്ണം തന്നെ ഇരട്ടിച്ചാൽ അതിനെ ദ്വിത്വസന്ധി എന്നും വിളിക്കുന്നു. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ്? കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? വസന്തതിലകമാണ്. എന്താണ് കാരണം? വസന്തതിലകം സംസ്കൃത വൃത്തമാണ്. ബാക്കി 3 വൃത്തങ്ങളും എന്താണ്? ദ്രാവിഡ വൃത്തങ്ങളാണ്. അതുകൊണ്ടാണ് വസന്തതിലകം ഉത്തരമായി വന്നത്. ഏതാണ് പ്രധാനപ്പെട്ട സംസ്കൃത വൃത്തങ്ങൾ? കുസുമമഞ്ജരി, ശ്രദ്ധര, വസന്തതിലകം, ശാർദൂല വിക്രീഡിതം, മാലിനി, ശിഖരിണി, മന്ദാക്രാന്ത എന്നിവയാണ് പ്രധാനപ്പെട്ട ചില സംസ്കൃത വൃത്തങ്ങൾ കേട്ടോ. അതിൽ തന്നെ സന്ദേശകാവ്യങ്ങളുടെ വൃത്തം എന്നറിയപ്പെടുന്ന വൃത്തം ഏതാണ്? മന്ദാക്രാന്തയാണ്. ഒരിക്കൽ പരീക്ഷയ്ക്ക് ഇത് ചോദ്യമായി വന്നിരുന്നു. ഉണ്ണുനീലി സന്ദേശം അടക്കമുള്ള സന്ദേശകാവ്യങ്ങൾ എഴുതിയിരിക്കുന്നത് മന്ദാക്രാന്ത വൃത്തത്തിലായതുകൊണ്ട് മന്ദാക്രാന്ത വൃത്തം അറിയപ്പെടുന്നത് സന്ദേശകാവ്യങ്ങളുടെ വൃത്തം എന്നാണ്. ഇനി പ്രധാനപ്പെട്ട ദ്രാവിഡ വൃത്തങ്ങൾ ഏതൊക്കെയാണ്? കാകളി, മഞ്ചരി, തരങ്കിണി, നദോന്നത, സർപ്പിണി എന്നിവ മലയാളത്തിലെ പ്രധാനപ്പെട്ട വൃത്തങ്ങളാണ്. അവ ദ്രാവിഡ വൃത്തങ്ങളാണ്. എഴുത്തച്ഛൻ കിളിപ്പാട്ട് കൃതികൾ രചിക്കുന്നതിനു വേണ്ടി ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്നത് കാകളി വൃത്തത്തെ ആയതുകൊണ്ട് കാകളി വൃത്തം അറിയപ്പെടുന്നത് കിളിപ്പാട്ട് വൃത്തം എന്നാണ്. അതുപോലെ ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിക്കുന്നതിനു വേണ്ടി ഏറ്റവും അധികം ആശ്രയിച്ചത് മഞ്ചരി വൃത്തത്തെ ആയതുകൊണ്ട് ഗാഥാവൃത്തം എന്നറിയപ്പെടുന്നത് മഞ്ചരിയാണ്. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളിൽ ഏറ്റവും അധികം കാണാനാവുക തരങ്കിണി വൃത്തമാണ്. അതുകൊണ്ട് തുള്ളൽ വൃത്തം എന്നറിയപ്പെടുന്നത് തരങ്കിണി വൃത്തമാണ്. വഞ്ചിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്നത് ഏതാണ്? നദോന്നതയാണ്. ഒരു വഞ്ചി ഓളപ്പരപ്പിലൂടെ നീങ്ങുമ്പോൾ താന്നും പൊങ്ങിയുമായിരിക്കും അത് പോകുന്നത് അല്ലേ? അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വൃത്തത്തിന് നദോന്നത എന്ന പേര് വന്നത്. നദം എന്ന വാക്കിന്റെ വിപരീതം ഉന്നതം. നദം താഴ്ചയാണ്, ഉന്നതം ഉയർച്ചയാണ്. താന്നും പൊങ്ങിയും അതാണ് വഞ്ചിപ്പാട്ടിന്റെ രീതി. അതുകൊണ്ട് വഞ്ചിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്നത് നദോന്നത. ജ്ഞാനപ്പാന അടക്കമുള്ള പാനകൃതികളിൽ കാണാനാകുന്ന വൃത്തമാണ് സർപ്പിണി വൃത്തം അല്ലേ? പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിലൊക്കെ കാണാനാകുന്നത് സർപ്പിണി വൃത്തമായതുകൊണ്ട് പാനാവൃത്തം എന്നറിയപ്പെടുന്നത് സർപ്പിണി വൃത്തം. പലപ്പോഴായി പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കിളിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്നത്, തുള്ളൽ വൃത്തം എന്നറിയപ്പെടുന്നത്, വഞ്ചിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്നത്, ഇതൊക്കെ പരീക്ഷയ്ക്ക് പലയാവർത്തി ചോദ്യമായി വന്നിട്ടുണ്ട്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം എന്താണ്? ഷ എന്ന അക്ഷരം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഊഷ്മാവാണ് ശരിയായ ഉത്തരം. ഷ, ഷ, സ എന്നിങ്ങനെ 3 ഊഷ്മാക്കളാണ് മലയാള അക്ഷരമാലയിൽ ഉള്ളത്. ഘോഷി ആരാണ്? ഹായാണ്. മധ്യമം ആരൊക്കെയാണ്? യാ, രാ, ല, വ, ള, ഴ, റ എന്നീ 7 അക്ഷരങ്ങളെ ചേർത്ത് മധ്യമങ്ങൾ എന്ന് വിളിക്കുന്നു. അനുനാസികങ്ങൾ ആരൊക്കെയാ? ങ, ഞ, ണ, ന, മ ഈ 5 വ്യഞ്ജനങ്ങളെയാണ് അനുനാസികങ്ങൾ എന്ന് വിളിക്കുന്നത്. മലയാളത്തിലെ 36 വ്യഞ്ജനങ്ങളെ വീണ്ടും പലതായിട്ട് വർഗീകരിക്കുന്നുണ്ട്. അതൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? അറിഞ്ഞിരിക്കണം. നോക്കിക്കേ, മലയാളത്തിലെ വ്യഞ്ജനങ്ങളുടെ എണ്ണം എത്രയാണ്? 36 ആണ് കേട്ടോ. അതിലെ ആദ്യത്തെ 25 വ്യഞ്ജനങ്ങളെയാണ് എന്തു പറയുന്നത്? വർഗാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. വർഗാക്ഷരങ്ങളെ തന്നെ 2 തരത്തിൽ വർഗീകരിച്ചിട്ടുണ്ട്. ഒരു വർഗീകരണം നമുക്കറിയാം. കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം നമുക്ക് സുപരിചിതമായ വർഗീകരണമാണ്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ്. ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. ആദ്യത്തെ അക്ഷരം ഏതാണെന്ന് നോക്കുക. വർഗാക്ഷരമായതുകൊണ്ട് അതിൻ്റെ കൂടെ വർഗം എന്ന് ചേർത്തേക്കുക. അപ്പോൾ ആ ഒരു സീരീസിന്റെ പേര് നമുക്ക് ഓർത്തു വയ്ക്കാൻ എളുപ്പമുണ്ട്. അടുത്തതാണ് പക്ഷേ വളരെ പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതും. വെർട്ടിക്കൽ ആയിട്ടുള്ളത് കചട തപ. ഈ 5 അക്ഷരങ്ങളെ എന്ത് വിളിക്കുന്നു?
ഖരവർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നു. അല്ലെ? ഖ, ഛ, ഠ, ഥ, ഫ. ഇതിനു ശേഷമുള്ള 5 പേരെയാണ് എന്ത് വിളിക്കുന്നത്? അതിഖരവർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നത്. സോഫ്റ്റായി ഉച്ചരിക്കുന്ന ഗ, ജ, ഡ, ദ, ബ ഈ 5 അക്ഷരങ്ങളെ എന്താ വിളിക്കുന്നേ? സോഫ്റ്റായി ഉച്ചരിക്കുന്നത് കൊണ്ട് മൃദുക്കൾ എന്ന് വിളിക്കുന്നു. ഉച്ചരിക്കുമ്പോൾ മുഴക്കം അനുഭവപ്പെടുന്നത് കൊണ്ട് ഘ, ഝ, ഢ, ധ, ഭ ഈ 5 അക്ഷരങ്ങളെ എന്താ വിളിക്കുന്നേ? ഘോഷങ്ങൾ എന്ന് വിളിക്കുന്നു. ഇനി മൂക്കിന്റെ സഹായമുണ്ടെങ്കിൽ മാത്രം ഉച്ചരിക്കാൻ സാധിക്കുന്ന ങ, നമ, ങ, ഈ 5 അക്ഷരങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? അനുനാസികങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പേരും വെർട്ടിക്കൽ ആയിട്ടുള്ള പേരും നമ്മൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം പറയട്ടെ. ചവർഗത്തിലെ മൃദുവേത്? പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കേട്ടോ. ചവർഗത്തിലെ മൃദു ഏതാണ്? ജായല്ലേ ശരിയായ ഉത്തരം. ഇതാണ് ചവർഗം. അതിലെ 3ാമത്തെ ആളാണ് മൃദു. ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഏത് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിച്ചുകൂടെ? കവർഗത്തിലെ ഖരത്തിൽ തുടങ്ങി പവർഗത്തിലെ അനുനാസികം വരെ ഏതു വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാം കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ 25 ചോദ്യത്തിനുള്ള സാധ്യതയുണ്ട്. കാര്യം മനസ്സിലായല്ലോ. ഇപ്പോ നമ്മൾ വർഗാക്ഷരങ്ങളെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. വ്യഞ്ജനാക്ഷരങ്ങൾ പൂർത്തിയാകണമെങ്കിൽ ഇനിയൊരു 11 പേര് കൂടി വരണം. ആരൊക്കെയാ 11 പേര്? യ, ര, ല, വ ഈ 4 പേരെ എന്താ വിളിക്കുന്നേ? മധ്യമങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ശ, ഷ, സ ഈ 3 അക്ഷരങ്ങളെയാണ് ഊഷ്മാക്കൾ എന്ന് വിളിക്കുന്നത്. ഹ എന്ന ഒറ്റ അക്ഷരത്തെയാണ് ഘോഷി എന്ന് വിളിക്കുന്നത്. ള, ഴ, റ ഈ 3 അക്ഷരങ്ങളെ ചേർത്ത് ദ്രാവിഡ മധ്യമങ്ങൾ എന്ന് വിളിക്കുന്നു. ഒരു കാര്യം കൂടി പറയട്ടെ. യാര, ലാവ എന്നീ 4 മധ്യമത്തെയും ലാഴാറ എന്നീ 3 ദ്രാവിഡ മധ്യമത്തെയും ചേർത്തും എന്തു പറയാറുണ്ട്? മധ്യമങ്ങൾ എന്ന് പറയാറുണ്ട്. അതായത് മൊത്തം മധ്യമങ്ങളുടെ എണ്ണം 7. അതിനെ തന്നെ മധ്യമങ്ങളെന്നും ദ്രാവിഡ മധ്യമങ്ങളെന്നും 2ആയി തിരിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഖരത്തെ അധികരമാക്കുവാനും മൃദുവിനെ ഘോഷമാക്കുവാനും ചേർക്കുന്ന വർണ്ണം ഹ എന്ന ഘോഷിയാണ്. അതായത് ഇവിടെ ഖരവർണ്ണങ്ങളും അധികരവർണ്ണങ്ങളും മൃദുവും ഘോഷവും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഇവയുടെ ഉച്ചാരണം അല്ലെ? ഈ അക്ഷരത്തിന്റെ ഉച്ചാരണം എങ്ങനെയാണെന്നറിയാവോ? ഇങ്ങനെയാണ്. കായും ഹായും കൂടി ചേരുമ്പോഴാണ് അത് എന്താകുന്നത്? ഖ. അതുപോലെ ചായും ഹായും കൂടി ചേരുമ്പോ ഛ. ടായും ഹായും കൂടി ചേരുമ്പോ ഠ. അതുപോലെ ത, ഥ, പ, ഫ അങ്ങനെയാണ് ഉച്ചരിക്കുന്നത്. അതുപോലെ മൃദുവിനെ ഘോഷമാക്കാൻ ചേർക്കുന്ന വർണ്ണം ഹ തന്നെയാണ്. ഈ അക്ഷരത്തെ എങ്ങനെ ഉച്ചരിക്കണം? ഘ. ഇതെന്താണ്? ഝ. ഇത് ഢ. ഇത് ധ. ഇത് ഭ. അങ്ങനെയാണ്. ഖരത്തെ അധികരമാക്കുവാനും മൃദുവിനെ ഘോഷമാക്കുവാനും ചേർക്കുന്ന വർണ്ണം ഹായാണ്. മുഴങ്ങിക്കേൽക്കാൻ സഹായിക്കുന്ന ശബ്ദമാണ് ഹ. അതുകൊണ്ടാണ് അവയെ എന്ത് വിളിക്കുന്നത്? ഘോഷി എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ 36 വ്യഞ്ജനങ്ങളെ എങ്ങനെയാണ് വർഗീകരിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായി. അവയിൽ ഓരോരുത്തരുടെ പേരും നമുക്ക് മനസ്സിലായി. പല മുൻകാല ചോദ്യ പേപ്പർ എടുത്ത് നോക്കുമ്പോഴും ഈ ചോദ്യം ആവർത്തിച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ സെഷനിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് ചോദ്യം? ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണമായ പദം ഏതാണ് എന്നതാ ചോദ്യം. താമരക്കണ്ണൻ. എന്താണ് ബഹുവ്രീഹി സമാസം? പൂർവോത്തര പദങ്ങൾ ഉള്ളതിൽ, 2 വാക്കുകൾ ഉള്ളതിൽ 2 വാക്കിനുമല്ല പ്രാധാന്യം മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടിയാൽ അതിനെയാണ് അന്യപദാർത്ഥ പ്രധാനം ബഹുവ്രീഹി സമാസം എന്ന് വിളിക്കുക. താമരക്കണ്ണൻ എന്ന വാക്ക് വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാ വിഗ്രഹിക്കുന്നേ? താമര ഇതൾ പോലെ കണ്ണോടുകൂടിയവനാരോ അവൻ. അതാരാ? കൃഷ്ണനാണ്. അപ്പൊ ഈ തന്നിട്ടുള്ള വാക്കിൽ താമരയ്ക്കുമല്ല പ്രാധാന്യം, കണ്ണിനുമല്ല പ്രാധാന്യം, രണ്ടും കൂടി ചേർന്ന് പ്രാധാന്യം മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടിയാൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബഹുവ്രീഹി സമാസം എന്ന് വിളിക്കുന്നത്. പീതാംബരം എങ്ങനെ വിഗ്രഹിക്കാം? പീതമായ അംബരം. പീതം മഞ്ഞ, അംബരം വസ്ത്രം,
പീതാംബരം എന്ന് പറഞ്ഞാൽ പീതമായ അംബരം അഥവാ മഞ്ഞയായ വസ്ത്രം. വിഗ്രഹിക്കുമ്പോൾ നടുക്ക് ആയ എന്ന ശബ്ദം വന്നാൽ അതേത് സമാസം? കർമ്മധാരയ സമാസമാണ് കേട്ടോ. കേരളദേശം എങ്ങനെ വിഗ്രഹിക്കാം? കേരളം എന്ന ദേശം. ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം ഗംഗാ നദിയായിരുന്നു. എങ്ങനെ വിഗ്രഹിക്കാം? ഗംഗ എന്ന നദി. മാവേലി രാജാവ്, മാവേലി എന്ന രാജാവ്. വിഗ്രഹിക്കുമ്പോൾ നടുക്ക് എന്ന ശബ്ദം വന്നാൽ അത് ഏത് സമാസം? അത് നിർദ്ദേശിക തൽപുരുഷ സമാസം. പിന്നെ പാദപങ്കജം എങ്ങനെ വിഗ്രഹിക്കാം? പാദമാകുന്ന പങ്കജം. വിഗ്രഹിക്കുമ്പോൾ നടുക്ക് ആകുന്ന എന്ന ശബ്ദമാണ് വരുന്നതെങ്കിൽ അതേത് സമാസം? രൂപക സമാസം അഥവാ രൂപക തൽപുരുഷനാണ്. അങ്ങനെയാണ് സമാസത്തെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദാ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, പീതാംബരം, പീതമായ അംബരം, അതുകൊണ്ട് കർമ്മധാരയ സമാസം. കേരളദേശം, കേരളം എന്ന ദേശം, അതുകൊണ്ട് നിർദ്ദേശിക തൽപുരുഷൻ. പാദപങ്കജം, പാദമാകുന്ന പങ്കജം, ആകുന്ന എന്ന ശബ്ദം വന്നതുകൊണ്ട് രൂപക തൽപുരുഷ സമാസം. കിട്ടിയോ? ഈ ഓരോ സമാസത്തെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ തന്നിട്ടുള്ള ഉദാഹരണങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞു പോയത്. കിട്ടിയല്ലോ? അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെന്ന നിലയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. അറിയാത്ത കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ നോട്ട് ചെയ്യണം. പരീക്ഷയോട് അടുപ്പിച്ച് അതിലൂടെ നിങ്ങൾ കടന്നു പോകണം. മികച്ച മാർക്ക് നിങ്ങൾക്ക് നേടിത്തരാൻ അത് സഹായകമാകും. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അക്കാര്യം കൂടി ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള സെഷനുകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. മികച്ച പഠനം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.